ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിത്തീരുന്ന കേരളത്തിൻ്റെ സ്വന്തം ഗതാഗത വകുപ്പ് മന്ത്രി, നമ്മുടെ പ്രിയങ്കരനും ആദരണീയനുമായ ഗണേഷ് കുമാർ സാർ, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സജിത് സാർ, ട്രഷറായിരിക്കുന്ന ഷെസിൻ, മറ്റ് പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ ഏറെ നാളത്തെ ഒരു ആഗ്രഹം ഇപ്പോൾ സഫലമാവുകയാണ്. ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മധ്യനിര മാനേജ്മെന്റിന്റെ പ്രസക്തി KSRTCയുടെ ഈ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വകുപ്പ് മന്ത്രി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ചടുലമായ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ഈ 1.5 വർഷം കൊണ്ട് 50ഓളം പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. KSRTC ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സജിത് കുമാർ, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ ബിജു BS, ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ഷെസിൻ RJ, ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള KSRTCയിലെ ഓഫീസേഴ്സ്, റിട്ടയർ ചെയ്ത 2 ഉദ്യോഗസ്ഥന്മാർ, പ്രിയ ഉള്ള സുഹൃത്തുക്കളെ, KSRTC ഓഫീസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. KSRTCയിലെ മന്ത്രിയായി വന്നപ്പോൾ പണ്ട് എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണ് എൻ്റെ പാർട്ടിയുടെ നേതാവും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് എല്ലാ പിന്തുണയും തരും. അദ്ദേഹത്തോടെ ചോദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യൂ, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഒരു കാര്യത്തിലും നമ്മളെ ഒരു മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തെ കാണുകയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയും ചെയ്യും. പറയുമ്പോഴേ അദ്ദേഹം പറയാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, കുഴപ്പമില്ല, പോട്ടെ എന്ന് പറയും. അങ്ങനെ KSRTCയുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കാനും KTDVCയെ ഈ സ്ഥാപനത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവിടാനും ഒക്കെ അദ്ദേഹം വളരെയധികം മുൻകൈ എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇവിടെ ശരി പറഞ്ഞു, 50 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഈ 50 പരിഷ്കാരങ്ങളും വിജയിച്ചു എന്നതാണ് അത്ഭുതം. 50 പരിഷ്കാരങ്ങൾ ചെറുതും വലുതുമായി കാണും. ബസ്സുകൾ, പുതിയ ബസ്സുകൾ കൊണ്ടുവന്ന്, ഡബിൾ ഡെക്കർ കൊണ്ടുവന്ന്, ഇങ്ങനെ എല്ലാം നമ്മൾ വിജയിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. KSRTC അധ്യക്ഷൻ പറഞ്ഞ പോലെ KSRTC ജീവനക്കാരനെ എനിക്കൊരു 6-7 മാസം കൂടെ ഉള്ളൂ ഈ മന്ത്രി സ്ഥാനം എന്ന് പറയും. ആ കാലഘട്ടത്തിലെങ്കിലും എൻ്റെ കൂടെ ഒരുമിച്ച് നിന്നാൽ ഇത് രക്ഷപ്പെടുമെങ്കിൽ ഇപ്പം രക്ഷപ്പെടും, പിന്നൊരിക്കലും രക്ഷപ്പെടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇതിനെ കരകയറ്റാം. തോന്നിയതുപോലെ ഇതിനെ നടത്തിക്കൊണ്ടുപോകുന്ന സംവിധാനം എല്ലാം അവസാനിക്കും. നമ്മൾ പർച്ചേസ് ആയാലും പേയ്മെൻ്റ് ആയാലും എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് ഉണ്ട്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ മാക്സിമം സുതാര്യതയുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ഡ്രൈവിംഗ് സ്കൂളൊക്കെ നിങ്ങളിൽ പലരും വിചാരിച്ചു എന്ത് ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ പോകുന്നത് വിചാരിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റവും വലിയൊരു വിജയമായി മാറി. മാത്രമല്ല അതൊരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണ്. അത് ഈ സമൂഹത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു ട്രാൻസ്പോർട്ട് രംഗത്ത് 10-80 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരു സ്ഥാപനം KSRTC കേരളത്തിലെ ഏറ്റവും പഴയ വാഹന ഗതാഗത സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ മികച്ച കഴിവുള്ളവരാണ്. നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ മാധ്യമ പ്രവർത്തകരുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ലൈസൻസ് വാങ്ങി നിങ്ങളുടെ മുമ്പിൽ നിന്ന് വണ്ടി ഓടിച്ച് പുറത്തു വന്ന് കാണിച്ചു തരാം. കൃത്യമായി നമ്മൾ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ ആനയറ വെച്ച് ഈ കുട്ടികൾ കാറും സ്കൂട്ടറും എല്ലാം ഓടിക്കുന്നവർ അതാത് വാഹനങ്ങൾ അവർ ഓടിച്ച് നാഷണൽ ഹൈവേയിലേക്കാണ് ഇറങ്ങിയത്, അല്ലെ വെറും റോഡിലേക്കല്ല, നാഷണൽ ഹൈവേയിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പരിശീലനം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. കാരണം അടുത്ത 4 മാസത്തേക്ക് പഠനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അപേക്ഷ തന്നിരിക്കുന്നവരുടെ എണ്ണമുണ്ട്. 4 മാസത്തേക്ക് പെൻഡിങ് കിടക്കണം. പോയില്ല അവർ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ്. എല്ലാ MLA-മാരും ചോദിക്കുന്നത് നമ്മൾ 21 തുടങ്ങാൻ പരിപാടി. ഇപ്പോൾ എല്ലാ MLA-മാരും പറയുന്നത് ഞങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി തരാം, ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ, ഞങ്ങൾക്കൊന്നും തന്നില്ലോ. അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, KSRTCയുടെ പണം ഉപയോഗിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഒരു വണ്ടി ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രമേ KSRTC പണം മതി, ബാക്കി പണം മുഴുവൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. കാരണം ഇത്ര നല്ല ലൈസൻസ് ഉള്ളവർ പുറത്ത് വരുന്നത് റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതും എൻ്റെ വകുപ്പാണ്. അവിടെ നിന്ന് പണം കൊടുത്തിട്ടാണ് KSRTCക്ക് എല്ലാ സൗകര്യങ്ങളും. സിമുലേറ്ററുള്ള ഈ അടുത്ത കാലത്ത് ഒരാൾ പ്രവാസിയായ ഒരു വ്യക്തി, വളരെ പ്രമുഖനായ ഒരു വ്യക്തി എനിക്കൊരു വീഡിയോ അയച്ചു. ഇതൊക്കെ സ്വപ്നം മാത്രം എന്നതാണ്. എന്താണ് സംഭവം? സിമുലേറ്ററിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചയച്ചു കൊടുത്തു. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇതുണ്ട്, ഇതിലാണ് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പം
വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും അത്ഭുതത്തോടെ നമുക്കൊരു വീഡിയോ അയച്ചു തരുമ്പോൾ അത് നമ്മളിവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതല്ല. എല്ലാ സൗകര്യങ്ങളും മെഷീനുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്, എഞ്ചിന്റെ സ്വഭാവം പഠിപ്പിക്കുന്നുണ്ട്, എന്താണ് ഗിയർ, എന്താണ് ക്ലച്ച്, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒറ്റ സ്ഥാപനം കേരളത്തിലുള്ളത് KSRTC ഡ്രൈവിംഗ് സ്കൂളാണ്. അപ്പം മികച്ച രീതിയിൽ നമുക്ക് പരിശീലനം നൽകാൻ കഴിയുന്നു. അപ്പം അതൊരു വലിയ നേട്ടമാണ്. പിന്നെ ഡബിൾ ഡെക്കർ കൊണ്ടുവന്നു. പലരും ന്യായങ്ങളൊക്കെ പറഞ്ഞു. ആദ്യ ദിവസം ഇറങ്ങിയോ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല, മാങ്ങയില്ല, എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, KSRTCയിൽ ഇത്രയും എന്നോട് അശോക് ലൈലൻഡിന്റെ കമ്പനിക്കാരനോട് ഒന്ന് ചോദിച്ചു, സാർ ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്ന് ചോദിച്ചു. ഇത് ബോംബെയിൽ ഏതോ കമ്പനി ചെയ്തതാണ്. പക്ഷെ KSRTCയിലെ പാത്രം കൊണ്ട് ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാരും നമ്മുടെ ജീവനക്കാരും അടുത്താണ് ആ വണ്ടി ഇന്ന് മൂന്നാറെന്ന് നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആദ്യം വരുന്നത് KSRTCയിലെ ഇന്ത്യയിലെ ബസ്സാണ്. ഇത് നമ്മൾ കൊണ്ടുവരുന്ന ആ പരിഷ്കാരം വൻ വിജയമാണ്. ഒരു ദിവസം ഏതാണ്ട് 326 രൂപ വരെ EPK കിട്ടുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. ഇപ്പൊ ഏർക്കണ്ട ഒരു ബസ്സിനകത്ത് നമ്മൾ ട്രയലായിട്ട് AC ചെയ്തു. അതിലൊരു ശകലം പെട്രോൾ കുറവൊക്കെ വന്നാലും ഡീസൽ കുറവ് വന്നാലും മറ്റ് ലോ ഫ്ലോർ പോകുന്നതിനേക്കാളും കാരണം ലോ ഫ്ലോറിനേക്കാൾ ലാഭം ഇത് 59 രൂപ 57 രൂപയാണ് EPK എല്ലാ ദിവസവും ശരാശരി പോകുന്നത്. അപ്പൊ അതിനകത്ത് AC ചെയ്ത് പഴയ വണ്ടി AC ചെയ്ത് വെറും 6 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. ആ പഴയ വണ്ടി AC ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളുടെ യാത്രക്കാരുടെ വേറൊരു ഈ ചൂട് കൂടി വരെ. അപ്പൊ യാത്രക്കാരുടെ താല്പര്യം മറ്റൊന്നാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് നമ്മുടെ ഈ ഗ്ലാസ് കൊണ്ടുള്ള വെയിറ്റിംഗ് ഷെഡ്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റും ഗ്ലാസ് ആക്കി ട്രാൻസ്പെറന്റ് ആക്കി. ഇത് ഞാൻ വരച്ച ഡിസൈനാണ്, ഞാൻ തന്നെ വരച്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. പല വിദേശ രാജ്യങ്ങളിലും ഈ എയർപോർട്ടുകളിലൊക്കെ സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം കൊടുക്കും, കണ്ണാടി ഇട്ടിട്ട്. അപ്പോൾ കാണുകയും ചെയ്യാതെ സിഗരറ്റ് വലി നടക്കുകയും ചെയ്യും, പുക ഇങ്ങോട്ട് വരത്തുമില്ല, സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ പൈസ ചിലവായില്ല, വിവോയാണ് പൈസ ചിലവാക്കിയത്. എല്ലാ സ്ഥലത്തും പാലക്കാടായി, കോഴിക്കോടായി, അങ്കമാലിയിലായി, ഇപ്പൊ പത്തനംതിട്ടയിൽ വരുന്നു, തൃശ്ശൂരിൽ തുടങ്ങി, എല്ലാ സ്ഥലത്തുമായി. കാരണം യാത്രക്കാരെ സംബന്ധിച്ച് കാത്തിരിപ്പ് ഒരാവശ്യമാണ്. അപ്പൊ ആ കാത്തിരിപ്പ് സുഖകരമാക്കാം. 20 രൂപ കൊടുത്താൽ 1 മണിക്കൂർ സുഖമായിട്ടിരിക്കാം, പിന്നെ ഇരിക്കണമെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ കുടുംബസമേത കുഞ്ഞുങ്ങളുമായി വന്ന് കാത്തിരിക്കുമ്പോൾ ബസ് അല്പം വരാൻ താമസിച്ചാലും കുഴപ്പമില്ല. പുതിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ജീവനക്കാരെ കൃത്യമായി വിന്യസിക്കണം. ഡ്രൈവർ കണ്ടക്ടർ ഇപ്പൊ നിലവിലുള്ള അതെന്താ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് അതുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഞാൻ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. അതായത് AO മുതൽ ആ ഓഫീസിൽ ഇരിക്കുന്ന ക്ലർക്ക് വരെയുള്ള മുഴുവൻ ആളുകളെയും രാധാകൃഷ്ണൊക്കെ പങ്കെടുത്താണ്. ഞാൻ അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വിളിച്ചു വരുത്തിയിട്ട് എത്ര കുറവുണ്ടെന്ന് സ്ക്രീനിൽ കണ്ടതിന് ശേഷം അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പേ ഇത് നികത്താൻ പറഞ്ഞു. ഇപ്പൊ നികത്തിയപ്പോൾ എല്ലാ സ്ഥലത്തും ആവശ്യത്തിന് ഡ്രൈവറുണ്ട്, കണ്ടക്ടർ. ഇനി സ്ഥലം മാറ്റമില്ല, ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്, വണ്ടി ഓടാൻ നിലവിലുള്ള വണ്ടി. ഇനി പുതിയ വണ്ടി ഓടിക്കണം, ആവശ്യമായിട്ട് എഴുതി തന്നാൽ അതിനാവശ്യമാണ് ആളും തരും. വണ്ടി ഇഷ്ടം പോലെ, ലോക്കൽ ബസ്സാണ് ഇഷ്ടം പോലെ കിടക്കുന്നത്. ദീർഘദൂര സർവീസാണ്. ദീർഘദൂര ബസ്സിൽ പുതിയ ബസ് വരികയാണ്. പുതിയ സൂപ്പർ ഫാസ്റ്റ് വരുന്നത്, പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ആണ് വരുന്നത്. കാരണം ഇത് ഈ സൂപ്പർ ഫാസ്റ്റ് തുടങ്ങി എൻ്റെ അച്ഛൻ്റെ കാലത്താണ്. അന്ന് ഈ സംഭവം എല്ലായിടത്തും നിർത്തത്തില്ല. സൂപ്പർ ഫാസ്റ്റ് പ്രത്യേകത വേഗത്തിൽ പോകും, നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും നിർത്തത്തില്ല. വളരെ അത്യാവശ്യ സ്ഥലങ്ങളിൽ മാത്രം നിർത്തി ആളെ എടുക്കുന്ന ഒരു സംവിധാനം. നമ്മുടെ വേണുഗോപാൽ സാർ, പഴയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എൻ്റെ കൂടെ അദ്ദേഹം ഇരുന്ന ആളാണ്, വിജിലൻസിന്റെ ഡയറക്ടറായിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നെ കാണുമ്പോൾ സാറേ, ഞങ്ങൾ ബാലകൃഷ്ണൻ സാറിന്റെ കാലത്ത് ഞങ്ങൾ തുടങ്ങിയാണ് വണ്ടി. ഈ വണ്ടിയുടെ ആ ലക്ഷ്യം തകർന്നു പോയി. കാരണം ലക്ഷ്യം എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളിൽ നിർത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് എത്താം. യാത്രക്കാരൻ എത്ര കയറി കഴിഞ്ഞാൽ യാത്രക്കാരന് ഇനി ആരും കയറ്റാൻ പാടില്ല, വേഗം എത്തണം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഇതിന്റെ സ്റ്റോപ്പ് കുറയ്ക്കണം. അപ്പൊ സ്റ്റോപ്പ് കുറയ്ക്കാൻ നിന്നില്ലെങ്കിൽ പുതിയ വരുന്ന ബസ് പുതിയ ബോഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇറങ്ങി തുടങ്ങി, ഇപ്പൊ വരും. വണ്ടി വന്നു തുടങ്ങിയാൽ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ആണ്. AC ഇല്ലാതെ മറ്റേ AC വണ്ടിയാണ്. ഇത് സാധാരണ ബസ് തന്നെ. പക്ഷെ സൂപ്പർ ഫാസ്റ്റുകളിൽ ഞാൻ ആവശ്യ സ്ഥലങ്ങളിൽ നിർത്തില്ല. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ യാത്രക്കാരനെ വളരെ. ഇപ്പൊ മിന്നൽ സർവീസ് തുടങ്ങി. ഇപ്പൊ പാലക്കാട് ഒരു മിന്നൽ സർവീസ് ഉണ്ട്, മൂകാംബികയ്ക്ക്. നല്ല റഷാണ്, നല്ല EPK നല്ല കളക്ഷനാണ്. അവർ ഇന്നലെ ഇവിടുത്തെ ചോദിച്ചപ്പോൾ വളരെ നന്നായി പോകുന്ന അവർ പറയുന്നത്. അതുപോലെ കന്യാകുമാരിക്ക് ഒരു വണ്ടി, അത് നന്നായി. കാരണം മിന്നലായതുകൊണ്ട് ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തെ നിർത്തും. അവിടെയും സമ്മർദ്ദമുണ്ട് സാറേ, മറ്റിടത്ത് കൂടെ നിർത്തിയാൽ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നിർത്തുകയില്ല. ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തെ നിർത്തും, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മിന്നലാണെങ്കിൽ മിന്നലാണ്, അതെവിടെയും നിർത്തൂല ആവശ്യമില്ലാത്ത. അപ്പൊ അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ പാലക്കാട് നിന്ന് ട്രെയിനില്ല മംഗലാപുരത്തേക്കോ മൂകാംബികയ്ക്കോ. അതുകൊണ്ട് നേരെ എന്താ ചെയ്യുന്നത്, അതിൽ കയറുകയാണ്. അതാണ് വണ്ടിയുടെ രീതിയിൽ നമ്മൾ അത് കണക്ക് കൂട്ടിയാണ് ഓരോന്നും ചെയ്യുന്നത്. ഓരോ വണ്ടിയും കണക്ക് കൂട്ടിയാണ്. ഈ 10 സൂപ്പർ ഫാസ്റ്റ് ഇറങ്ങി. നിങ്ങൾ ഇന്നേ ദിവസം വരെ 10,000 രൂപ ശരാശരി ലാഭമുണ്ട് ഒരു ദിവസം. ചില വണ്ടിക്ക് 15 ഉണ്ട്, ചിലർക്ക് 8 9 ഇങ്ങനെ. എന്നാലും ഒരു 10,000 രൂപയ്ക്ക് മേളിൽ ലാഭം വരാത്ത വണ്ടികളില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലീറ്റ് മോഡറൈസേഷൻ എന്ന് പറയുന്നത് സർക്കാർ മുകളിൽ നിന്ന് ഹൈ ക്ലാസ് വണ്ടി. ഇപ്പോൾ ഓൾവോയുടെ ബസ് വരുന്നുണ്ട്, 15 മീറ്ററുള്ള ബസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകും. ഓണത്തിന് നമ്മൾ ഇറക്കും വണ്ടി. നമ്മൾ ആ വണ്ടി വാങ്ങി. കാരണം 59 പേർക്ക് ഇരുന്ന് പോകാം വണ്ടിക്ക്. പുഷ് ബാക്ക് സീറ്റിൽ 59 പേര് ഒരു ബസ്സിൽ പോകും. ബാംഗ്ലൂരിലേക്ക് അത്രയും പേര് പോയാൽ നമുക്ക് എത്ര പൈസ കിട്ടും? ഒറ്റ ട്രിപ്പിൽ 59 പേര്. മൈലേജിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഓട്ടോമാറ്റിക് ഗിയറാണ്, സാധനം അടിച്ചു വിട്ടങ്ങ് പോകും.
15 മീറ്റർ വരുന്ന ആദ്യത്തെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ആദ്യത്തെ വണ്ടിയാണ്. ലൈലൻഡിൽ ഇറങ്ങുന്നത് നവംബറിലേ വരുള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം തന്നെ വരുന്നത് പറഞ്ഞു നമ്മൾ ഓണത്തിന് തരണം, നമ്മൾ ഓർഡർ തരാം, സാധനം വാങ്ങാമെന്ന് പറഞ്ഞു. അതുപോലെ താഴെത്തൊട്ട് നമ്മൾ ഈ വലിയ പഴയ ബസ്സുകൾ 18 വയസ്സ് 19 വയസ്സുള്ള വണ്ടികൾ കൂടെയാണ്. അവിടെയെല്ലാം ചെറിയ വണ്ടികൾ വരുന്നതോടെ മൈലേജ് കൂടുകയും യാത്രക്കാർ കൊറോണയോടുകൂടി യാത്രക്കാർ നമ്മൾ കണ്ടു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അവരെ തിരിച്ചു പിടിക്കുകയാണ്. അവരെ തിരിച്ചു പിടിക്കാൻ ഏറ്റവും ഉപകാരമാവുന്ന സാധനം എന്താ പറയുക, ഈ ചലോ ആപ്പ് വരുമ്പോൾ എല്ലാവരുടെയും ഫോണിനകത്ത് ബസ്സിന്റെ മുഴുവൻ കേരളത്തിലെ എല്ലാ ബസ്സിന്റെ ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻ സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ കിട്ടും. പബ്ലിക്കിന് അത് കിട്ടുന്നതോടുകൂടി ഇതൊരു യാത്രാ സൗകര്യമായി. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ബസ് സ്റ്റാൻഡിലെത്താൻ, നിയറസ്റ്റ് ബസ് സ്റ്റാൻഡിലെത്താൻ 2 മിനിറ്റ് നിൽക്കുകയാണ്. അവിടെ ചെന്നാൽ ഇത്ര മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വരും. ആ ബസ്സിൽ കയറി സീറ്റുണ്ടോ, നിന്നാണ് വരുന്നത്, എല്ലാം അറിയാൻ പറ്റും. ഈ സൗകര്യങ്ങൾ കിട്ടുന്നതോടി പിന്നെ ഈ പേടിഎം പോലെയുള്ള UPI പേയ്മെന്റുകൾ എടുക്കുകയും കാർഡുകൾ എടുക്കുകയും ചെയ്യുന്നതോടി വലിയൊരു ഒരു 20 മുതൽ 25% വരെ യാത്രക്കാരുടെ എണ്ണം KSRTC വർദ്ധിക്കും. നല്ല വണ്ടികൾ കൂടി വരുന്നതോടി അതിനേക്കാൾ വലിയ വർധനമുണ്ടാകും. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്കും ജൂൺ മാസത്തോടൊക്കെ നമുക്ക് നല്ല പൈസ കിട്ടേണ്ടതാണ്. അന്ന് മഴയെല്ലാം വരുന്നത് നാശമായിട്ട് ഒരു ദിവസം 2.5 കോടി രൂപയുടെ നഷ്ടം. നമ്മൾ 2 കോടി വരെ നഷ്ടം ഉണ്ടായതിനെ കുറച്ച് കൊണ്ടുവന്ന് 1.48 വരെയൊക്കെ കൊണ്ടുവന്നിട്ട് ശരാശരിയിൽ ഒരു 50 രൂപ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു മഴ വന്ന് ഈ 10 ദിവസം കൊണ്ട് കളക്ഷനായി പോയി എല്ലാം 5 കോടിയിലേക്ക് വന്നു. 5 കോടിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ നഷ്ടം 2.5 കോടി രൂപയാണ് ഒരു ദിവസം. അതേസമയം 7.5 കോടിക്ക് മേളിൽ 7.5 മോളിൽ 8 മേളിൽ വന്നാൽ 8.45 വന്നാൽ അന്നൊന്ന് ലാഭമാണ്. 8.45 9 വരണം, 8.45 വന്നാൽ മതി. പക്ഷേ 8ലേക്ക് 7.5 കഴിഞ്ഞു 7ലേക്ക് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കണക്ഷൻ ഇന്നലെയൊക്കെ മെനഞ്ഞാന്നൊക്കെ നഷ്ടം കുറഞ്ഞു 50 ലക്ഷത്തിലേക്ക് താന്നു. 50 ലക്ഷത്തിന് നഷ്ടമേ ഉള്ളൂ. അതിന് ഒരു ദിവസം 23 ലക്ഷത്തിന് നഷ്ടമേ ഉള്ളൂ. അത് ഓരോ ദിവസവും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 168 അക്കൗണ്ടുകളിലാണ് KSRTC പണം കിട്ടുന്നത്. എൻ്റെ ഒറ്റയാണ് നിർബന്ധത്തിലാണ് ഒറ്റ അക്കൗണ്ടിലേക്ക് വരും. ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്ന ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരും. അവരോട് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടായിരിക്കാം, പലിശ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനാണ് ഈ ഇൻഷുറൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവർ ഇൻഷുറൻസ് നമ്മൾ പ്രീമിയം അടയ്ക്കാതെ ഇത്രയും വലിയ ഇൻഷുറൻസ് നിങ്ങൾ ഓഫീസർമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സംഘടനയോടെ ഞാൻ പറയുന്നു, എല്ലാ സംഘടനകളോടും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. നിങ്ങളോട് ഞാൻ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും ഇൻഷുറൻസിൽ നോമിനിയുടെ പേര് വയ്ക്കണം. തർക്കം വരും. എന്തെങ്കിലും സംഭവിക്കുന്ന ആർക്ക് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. വിമാനത്തിൽ കയറിയവരെ കണ്ടല്ലോ, ഒരു വിമാനത്തിൽ കയറി എല്ലാവരും മരിച്ചു, ഒരാൾ മാത്രം മരിച്ചു. അപ്പൊ നമ്മൾ ഒരിക്കലും നിസ്സാരമായി ഇതിനെ കാണുക. മരിച്ചാൽ 1 കോടി കിട്ടും, എന്തിനെന്ന് വിചാരിക്കും. വിമാനാപകടത്തിൽ മരിച്ചിടത്ത് 1 കോടി കിട്ടും. വിമാനാപകടത്തിൽ മരിച്ചിടത്ത് അവർ പ്രഖ്യാപിച്ച 1 കോടി രൂപയാണ്. നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനോ ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപയാണ്. പക്ഷെ ആര് വാങ്ങിക്കും? നോമിനി വെച്ചാൽ ഉടൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ കേസ് പറഞ്ഞ് തരാതിരിക്കും. ഇൻഷുറൻസ് കമ്പനി എപ്പോഴും തരാതിരിക്കാൻ ശ്രമിക്കും. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നോമിനി ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ ഫാറോ എല്ലാം ഡിപ്പോളിൽ നോട്ടീസിൽ ഇടാൻ പറഞ്ഞു, എല്ലാ യൂണിയൻകാർക്കും എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് അവരുടെ അംഗങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി എടുത്ത് എല്ലാവർക്കും എത്തിക്കാന്നുള്ളതാണ്. എന്തൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ എന്തൊക്കെ രേഖകൾ ഹാജരാക്കും. അതുപോലെ ചികിത്സയ്ക്കുള്ളത് 1500 പോലും ഇല്ല, അത് ചേരണം അതിനകത്തേക്ക്. 2000 രൂപ 2500 കൊടുത്താൽ 30 ലക്ഷം രൂപ ചികിത്സ ഫ്രീ. വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്ക് 2 പിള്ളേർക്ക് 4 പേർക്കാണ് ചികിത്സ ഫ്രീ ആവുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളിലാണ് ചികിത്സിക്കാൻ പറ്റുന്നത്. ഒരു ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 2 ലക്ഷം രൂപ ബില്ല് പോകും. ആ ബില്ല് പോയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടത് ആർക്കാണ്? എപ്പോഴും ചെയ്യുന്നത്? ഒരു ആൻജിയോഗ്രാം ചെയ്തു, പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ഡോക്ടർ പറഞ്ഞു 2 ലക്ഷം രൂപയാണ് ബില്ല് വരുന്നത്, 2 ലക്ഷം രൂപ മേടി ബില്ല് പോകും. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ചെയ്യാം. അപ്പൊ എന്തായാലും ആൻജിയോഗ്രാം ചെയ്യാൻ അവിടെ അഡ്മിറ്റ് ആവും. അഡ്മിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കിട്ടും. അത് വാങ്ങിയെടുക്കണ്ടേ? അത് വാങ്ങിയെടുക്കാം, സൗകര്യം പോലെ വാങ്ങിയെടുക്കാം. ഞാൻ ഇപ്പൊ എന്റെ ജോലിയുണ്ട്, ഇയാളെ ഒരു ഇൻഷുറൻസ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ ഓരോ ഓഫീസർമാരും താഴെ തട്ടിലുള്ളവരെ നിർബന്ധിക്കണില്ല. ഇത് നമുക്ക് കിട്ടിയ ഒരു സൂപ്പർ ബമ്പർ പ്രൈസാണ്. ഈ ചികിത്സാ സഹായമാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഞാൻ ഫൈനാൻസ് ഓഫീസർക്ക് FINCയോട് പറഞ്ഞു നിങ്ങളെ ശമ്പളത്തിൽ പിടിച്ച് അടയ്ക്കാൻ പറഞ്ഞു. അത് വലിയ കുഴപ്പത്തിൽ കലാശിക്കും. പിടിക്കുകയും അടയ്ക്കുകയും ചെയ്യില്ല. അത് വേണ്ട. അത് വേണ്ടാത്തതുകൊണ്ടാണ് അവനവൻ്റെ ഇഷ്ടത്തിന് അടച്ചോളാം. അപ്പോൾ എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ട് 1 വർഷം 2500 കാര്യങ്ങൾ കൊടുത്തേക്കാം, കാര്യമാകണം. ഇപ്പം എന്താ എന്നോട് എല്ലാ യൂണിയൻകാരും പറയുമായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ ഇൻസ്പെക്ടറെ ഇറക്കണം, ഇൻസ്പെക്ടർമാരെ ഇറങ്ങി പരിശോധിക്കണം, നമുക്ക് കളക്ഷൻ കൂടും, ഭയങ്കര പ്രശ്നമാണ് ഇൻസ്പെക്ടർ. അപ്പോൾ എന്താ പറയുന്നത്? പ്രൊമോഷൻ കൊടുത്ത് ഇൻസ്പെക്ടർമാരെ കൊണ്ടു. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ കാരണം 300-ലധികം ഇൻസ്പെക്ടർമാർ പ്രൊമോഷനായിട്ട് ഇരിപ്പുണ്ട്, സർവീസിലുണ്ട്. ഇവരാരും ഒരു വട്ടിക്കും തരാറില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ 91 ബസ് സ്റ്റേഷനിലായിട്ട് ഓരോ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുണ്ട്. ബാക്കി 247 പേരുണ്ട്. ഈ 247 പേരും ഇൻസ്പെക്ട് ചെയ്യാൻ ബസ്സിൽ കയറിയാൽ ഒരു ദിവസം, അതാണ് CMD സ്ക്വാഡ് എന്ന് പറയുന്നത്, ഒരു ദിവസം 65 കേരളത്തിൽ ഓടുന്നതിൻ്റെ 65% വണ്ടികൾ നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, അതിനകത്തൊരു തട്ടിപ്പും കാര്യങ്ങളും ഒഴിവാക്കും. ടിക്കറ്റ് എടുക്കാതെ പോലെ കണ്ടെത്താനും ടിക്കറ്റ് കൊടുപ്പിക്കാനും കഴിയും. പിന്നെ ഈ കയറുന്ന ഉദ്യോഗസ്ഥന് വണ്ടിയിൽ ആളുകളോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ഇൻസ്പെക്ടർ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ?
വെറുതെ എഴുത്തുകൊത്തും ഫയൽ ഉണ്ടാക്കാൻ വേണ്ട. പരാതി പറയണം, സാറെ കണ്ടി കൈ കാണിച്ച് നിർത്തില്ല, ഇന്നലെ വണ്ടി കൈ കാണിച്ച്, ഓക്കെ നാളെ നമ്മൾ ഡ്രൈവർ കൈ കാണിച്ച് നിർത്തിക്കൊള്ളണം. അവിടെ വെച്ചാൽ ഇൻസ്പെക്ടർ നിർദ്ദേശം കൊടുക്കാം. ചില്ലറ തരുന്നില്ല, ചില്ലറ കൊടുത്തോണം കണ്ടക്ടറോട്. വഴക്കുണ്ടാക്കാനൊക്കെ എഴുതാനൊന്നും പോണ്ട, പരാതി എഴുതാൻ പോണ്ടല്ലോ, അവിടെ വെച്ച് തന്നെ ശാസിക്കുക. വേറെ അതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വൈകിട്ട് തന്നെ MD ക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇൻസ്പെക്ടർ എഴുതി കൊടുക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബസ്സിന്റെ ഉള്ളിൽ തന്നെ വരും. മാത്രമല്ല ഇൻസ്പെക്ടർ വിളിച്ച് ചോദിക്കണം, എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, ഞാനാണ് ഇതിന്റെ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആളുകളുടെ വയ്ക്കുന്ന ഇതിനിപ്പോൾ ഒരു ചൊല്ലുവിളിയൊക്കെ ഉണ്ട്. ഏതാ KSRTC ബസ്സിനകത്ത് ചോദിക്കാനും പറയുന്ന ആളുണ്ട്, തോന്നിയ പോലെയൊന്നും അല്ല എന്നൊരു ചിന്ത പബ്ലിക് ഉണ്ടാകുമ്പോൾ ഇനി യാത്രക്കാരെ കൂടും. ഇത് യാത്ര ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടും. കാരണം സേഫാണ്, കാരണം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാം. ആളുകൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് രാത്രി 3 മണിക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് പുറപ്പെട്ടിട്ട് ഡ്രൈവറെ വളരെ മോശമായിട്ട് വണ്ടി ഓടിക്കുക, അടിച്ച് പിന്തിരിയണം. മുമ്പിൽ ഒരു പെൺകുട്ടി ഇരുന്നു. പെൺകുട്ടി വന്ന് കണ്ടക്ടറോട് പറഞ്ഞു, വണ്ടി കുഴപ്പമാണ്, ഞങ്ങളെ ഇറക്കി, ഡ്രൈവറെ മാറ്റാതെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോൾ വണ്ടിയിലിരുന്ന് എല്ലാവരും ബഹളമായി, ഡ്രൈവറെ മാറ്റിയല്ലോ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഡ്രൈവറെ മാറ്റാൻ, ഡ്രൈവറെ അയക്കണം എന്ന് വിളിച്ചു പറഞ്ഞു, വിടുന്നു. അപ്പോൾ ഡ്രൈവറെ അയക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം എഴുതിയാൽ നിൽക്കുമ്പോൾ മറ്റേ വണ്ടി പഞ്ചറായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു യാത്രക്കാരൻ KSRTC ഡ്രൈവറാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ. അയാൾ പറഞ്ഞു, വണ്ടിയുടെ ടയർ പഞ്ചറായ സംശയമാണ്, ഈ വണ്ടി അവന് പഞ്ചറായിട്ട് പോലും അറിയുന്നില്ല, അടിപ്പില്ല, വണ്ടി തെക്കുടത്തിന് പോവേ. അവൻ അവിടെ ഇറങ്ങി. ഈ മറ്റേ ഡ്രൈവർ ഇറങ്ങി നോക്കുമ്പോൾ അത് ഓടിക്കാൻ പോകുന്ന ആളല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതാണ്. അത് ഓർക്കുമ്പോൾ വണ്ടിക്ക് പഞ്ചറായതുപോലെ മറ്റവനറിയില്ല, അത്ര പിമ്പിരിയ. അവൻ പുറത്തിറങ്ങിയാണ്, ജനങ്ങളങ്ങിറങ്ങി, യാത്രക്കാർ കൈകാര്യം ചെയ്ത് പേടിച്ചിട്ട് ഈ കണ്ടക്ടർ അവിടെ തന്നെ നിന്നു. കണ്ടക്ടർ അവരെ അടുത്ത വണ്ടിക്ക് വിളിച്ചു. ഡ്രൈവർ കണ്ടക്ടറും കൂടി ഉടൻ തന്നെ ഡ്രൈവറും പൾസുമായിട്ട് ഉടൻ വന്നു, ടയറുമായി. അവർ ടയർ മാറ്റി ആവട്ടെ, പക്ഷേ ഈ വണ്ടിയിലേക്ക് കയറ്റി യാത്ര ചെയ്യുന്ന ആളെ എന്നോട് പറഞ്ഞാണ്, ഈ ഡ്രൈവർ പെട്ടെന്ന് ഇരുട്ടിലേക്ക് മാറി. ഒരുപാട് ബദലിക്കാരനാണ്. ഇന്ന് വരെ അവന്റെ ഫോൺ ഓൺ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അന്ന് നമ്മൾ പോയതാണ്, അവനറിയാം ഇനി ഇങ്ങോട്ട് വരണ്ട. പക്ഷെ ഒരു കാര്യം, അവനെ 3 മണിക്ക് അവിടെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അവനെ ടോയ്ലറ്റിനകത്ത് കയറി അവിടെ ചടിച്ചിട്ടാണ്. ഇത് പരിശോധിക്കാതെ വണ്ടി കയറ്റി ഉദ്യോഗസ്ഥനെ പരിശോധിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അവനവന്റെ ജോലിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ. അത് ഊതിച്ച് നോക്കിയിട്ടേ കയറ്റാം. അത് ഊതിച്ച് പോറ്റാൻ സസ്പെൻഡ് ചെയ്യും, ഊതിച്ച് കയറ്റണം. നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ആളുകളെ എന്തിനു സഹായിക്കണം? ഇത്രയും യാത്രക്കാരായിട്ടാണ് യാത്ര തുടർന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം? യാത്രക്കാർ ബഹളം വെച്ചു, കണ്ടക്ടർ അപ്പം തന്നെ ഡ്രൈവർ ആലത്തൂർ എത്തുന്നതിനൊക്കെ വണ്ടി നിർത്തി. അവിടെ നിർത്തി, ഈ പുതിയ വണ്ടി വന്നു, അതിൽ കയറി കണ്ടക്ടർ ഡ്രൈവറെ കയറി പോയി. ഈ വണ്ടി റിപ്പയർ ചെയ്തവർ കൊണ്ടുപോയി. പക്ഷേ ഈ ഡ്രൈവർ ഓടിക്കണം. മദ്യപിച്ച് രാവിലെ 3:30 വണ്ടി കയറുമ്പം അവനെ മണപ്പിക്കേണ്ട ആൾ മണപ്പിക്കണ്ടേ? അവൻ അതിലേക്ക് വിഷയം മാറ്റി വെച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പൊ എന്താണ് നിങ്ങളിപ്പോൾ പറഞ്ഞു, 3600 ജീവനക്കാരുടെ പേരിൽ വിജിലൻസ് പരാതികളും കേസുകളും 15 തൊട്ട് അദാലത്ത് തുടങ്ങണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അദാലത്താണ് ഓൺലൈൻ. ചെറിയ കേസുകളെല്ലാം അവസാനിപ്പിക്കുക. മേജർ ഒരു 2-3 പ്രാവശ്യമൊക്കെ പൈസ കാണാതെ പോവുക, പൈസ മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നടപടിയുള്ളൂ. ചെറിയ കേസുകൾ ഇന്ന് ഒരു ദിവസം 2 ദിവസം വരാൻ താമസിച്ചു, അൺഓതറൈസ്ഡ് 2 ദിവസം ആബ്സെന്റ് ആയി, ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരു ഫൈൻ അടിച്ചാൽ അവസാനിപ്പിക്കാൻ മതി. പിന്നെ 2000 രൂപ കണ്ടില്ല, ഒരു തവണ ശരി, ഒരു മോഷണ കേസായി കാണില്ല, ഒരു കള്ളനായി കാണുന്നില്ല, ആ 2000 രൂപ അടച്ചിട്ട് തിരിച്ചിടും. രണ്ടാമതും ക്ഷമിക്കാൻ പറഞ്ഞില്ല, മൂന്നാമത് ക്ഷമിക്കേണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് കണ്ടാൽ അത് മോശമായിട്ട് എടുക്കും. ഒരു കണ്ടക്ടറിന് ഒരു മിസ്റ്റേക്ക് പറ്റി, രണ്ടാമത് ഒരിക്കൽ കൂടി അബദ്ധം പറ്റി, രണ്ടും ക്ഷമിക്കാം. മൂന്നാമത് അതൊരു മോഷണ കുറ്റമായി കണ്ടുകൊണ്ട് നടപടിയെടുക്കാൻ തീരുമാനിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഈ മിഡിൽ മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു ശക്തി പകരാത്തതുണ്ട്. ഞാൻ എല്ലാ ഡിപ്പോയും നിങ്ങൾ വിളിക്കുന്ന ഓഫീസർമാരെ എല്ലാം ഓൾമോസ്റ്റ് 100% ഡിപ്പോയും നഷ്ടവും ലാഭവും ഇല്ലാത്തൊരു നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പിന്തുണ തന്നപ്പോൾ നിങ്ങളല്ലേ അതിനെ മെടുക്ക് കാണിച്ചത്. എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുത്ത് പോലെ ആര്യങ്കാവ് ഡിപ്പോയും നെടുങ്കണ്ട എന്നാണ് ഇവിടെ കൊണ്ടുപോയി ഇവരൊക്കെ നെടുങ്കണ്ടൻ ഡിപ്പോ വരെ നഷ്ടവും ലാഭവും അല്ല, അല്ലെങ്കിൽ ഒരു ശതമാനം ലാഭത്തിലേക്കോ കയറ്റാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയാൽ നടക്കും. നല്ല സൗകര്യം ഉണ്ടെങ്കിൽ നടക്കും. താല്പര്യം എന്താ പെൻഷൻ പറ്റാൻ പോകാം, ഇനി ഒരു കൈ പൊള്ളിക്കണ്ട എന്ന് പറഞ്ഞു. അത് ശരിയല്ല. നമ്മളതൊക്കെ വളരെ കരുതലോടെ നമുക്ക് ഒരു KSRTC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേക വികാരമാണ്. അത് പണക്കാരെന്ന് പാവപ്പെട്ടവരൊന്നുമില്ല, പ്രവാസികളെന്നില്ല, എല്ലാവരുടെയും മനസ്സിൽ KSRTC ഒരു അടയാളമാണ്. കേരളത്തിന്റെ പൊതുസ്വത്താണെന്ന് തോന്നുന്നത്. ഇത് നന്നാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് നശിപ്പിക്കുന്ന വാർത്തകളോ ഇത് നശിക്കുന്ന വാർത്തകളോ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം. പിന്നെ ചില ആളുകളെ എല്ലാത്തിൻ്റെ അടിയിൽ അമ്മയെ തല്ലിയാലും നന്നായി എന്ന് പറയുന്ന അലവരാതി അവരെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ മനുഷ്യർ, സാധാരണ നന്മയുള്ള മനുഷ്യർ, അവർ ഈ സ്ഥാപനം നന്നാവണമെന്ന് ആഗ്രഹിക്കും. നമ്മളെ കൊണ്ടുവന്ന ഓരോ പരിഷ്കാരവും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവർക്കുള്ള. ഇപ്പൊ ആക്സിഡന്റിന് എത്ര കുറഞ്ഞു, ഈ വെള്ളമടി നിർത്തിയ ശേഷം ആക്സിഡന്റ് എന്തുമാത്രം കുറഞ്ഞു. നിങ്ങളിങ്ങനെ കണക്കെടുത്ത് നോക്കുക. നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്ന പേപ്പറുകൾ എടുത്തു നോക്കിയോ, 36% അപകടവും മരണവും കുറഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യമല്ല. ഇന്ന് KSRTC അപകടങ്ങളിൽ മേജർ ഷെയർ എടുത്തിരുന്ന ആളാണ്. നമ്മൾ മാറിയിരിക്കുക, പകരം പ്രൈവറ്റ് ബസ്സുകാരെ എടുത്തിരിക്കുന്നത്.
പിന്നെ ബൈക്കിൽ ഓവർ സ്പീഡിൽ പോകുന്ന ചെറുപ്പക്കാർ സ്വന്തമായി മരിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഹെൽമെറ്റ് വയ്ക്കാതെയും ഫ്രണ്ട് പൊക്കലും സർക്കസ് കാണിച്ചാണ് മരിക്കുന്നത്. മരണത്തം എടുക്കുമ്പോൾ മരണം ഒറ്റയ്ക്കാണ്, അല്ല ഇടിച്ചിട്ടല്ല ഇപ്പോൾ മരണം. പുതിയൊരു ഞാൻ കഴിഞ്ഞ ദിവസം കണക്കെടുത്തപ്പോൾ പല സ്ഥലത്തും അപകടങ്ങൾ കുറഞ്ഞു, പക്ഷെ മരണങ്ങൾ കൂടാൻ കാരണം ബൈക്കൊക്കെ എടുത്ത് വെച്ച് സർക്കസ് കാണിച്ചിട്ടാണ് മരണങ്ങളിൽ പലതും. അശ്രദ്ധമായി ഓടിക്കുന്ന ബൈക്കുകളിലാണ് ഈ മരണം കൂടുതൽ. കാറിലെ മരണം വളരെ കുറവാണ്. വാഹനങ്ങളിൽ ബസ് ഇടിച്ചുള്ള മരണം കുറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ബസ് ഇടിച്ചുള്ള മരണമുണ്ട്. പക്ഷേ KSRTC ഇടിച്ചുള്ള മരണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു മരണം എന്ന് പറയുന്നത് KSRTC ബസ്സിൽ മരണം എന്ന് പറയുന്നത് KSRTCക്ക് ഏറ്റവും മിനിമം 1 കോടി രൂപയുടെ നഷ്ടമാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഇത് കേസ് നടത്തി പൈസ കൊടുക്കാതിരുന്ന് അതിന്റെ പലിശ കൊടുത്ത് എല്ലാം കൂടി 1 കോടി രൂപ ഒരു മരണം KSRTC നഷ്ടപ്പെടും. ഇപ്പൊ ATOമാരെ കുറവുണ്ട്, 21 ATOമാരെ പ്രൊമോട്ട് ചെയ്യാൻ, 20 ATOമാരെ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യാൻ, 20 വരെ പ്രൊമോഷൻ കൊടുക്കുക വിചാരിച്ചു. കാരണം പല സ്റ്റേഷനിലും ATOമാരില്ലാത്തതുകൊണ്ട് അതൊക്കെ ആൾക്കാർ കൊടുക്കേണ്ട പെൻഷൻ. ഇത്രയും 300-ലധികം ഇൻസ്പെക്ടർമാരും പിന്നെ പ്രൊമോഷൻ കൊടുക്കേണ്ട ആരും വണ്ടി പോകത്തില്ല, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. പിന്നെ റിസർവേഷൻ കൗണ്ടറുകൾ അവസാനിപ്പിക്കും. കാരണം റിസർവേഷൻ കൊണ്ട് ആളിരിക്കേണ്ട കാര്യമില്ല. ചിലവ് ആപ്പ് വരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ റിസർവേഷൻ സംവിധാനമുണ്ട്, ഓൺലൈനായിട്ട് റിസർവ് ചെയ്യാം. ലൈവ് റിസർവേഷൻ വരെയാണ്. ലൈവ് റിസർവേഷൻ വരുന്നതോടുകൂടി അവിടെ ആരും ഇരിക്കേണ്ട. പിന്നെ എൻക്വയറി കൗണ്ടറിൽ ആളെ ഇരിക്കേണ്ട. കാരണം എല്ലാവരുടെയും ഫോണിൽ സർവ്വ ബസ്സിൻ്റെയും പിന്നെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, സീറ്റ് ഇൻഫർമേഷൻ, ടൈം ഇൻഫർമേഷൻ, അവയിൽ പിന്നെ അറൈവ് ചെയ്യുന്ന സമയം, ഡിപ്പാർട്ട് ചെയ്യുന്ന സമയം, ഇതെല്ലാം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാളിൽ അഭിപ്രായം പറയുന്നത്? ഇത് നോക്കിയല്ലേ അഭിപ്രായം പറയാൻ പോകുന്നത്? അത് സ്വന്തം ഫോണിൽ നോക്കിയാൽ ഇവിടെ വയസ്സായ ആളുകൾ പോലും ഫേസ്ബുക്ക് കയറി ചെയ്തൊരു നാടാണ് കേരളം. അപ്പം അതുകൊണ്ട് ഇത് ഈ ആപ്പ് തുറക്കാനും കണ്ടുപിടിക്കാനും ഒരു പ്രയാസവുമില്ല. അത് ജനങ്ങൾ പരിശീലിക്കും, പെട്ടെന്ന് തന്നെ വരും. ഇപ്പം ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കും ആൾക്കാർക്ക്. ആദ്യത്തെ എന്തെങ്കിലും ഇപ്പം ഈസി ആയിട്ട് ചെയ്യും. എല്ലാവരും പഠിച്ചു എങ്ങനെയാണ് ഡിജിറ്റൽ ലൈസൻസ് കിട്ടുന്നത്. ഡിജിറ്റൽ RC ബുക്ക് കൊണ്ടുവന്നു. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ RC ബുക്ക് കിട്ടണമെങ്കിൽ 11 മാസം 12 മാസം കാത്തിരിക്കുന്നു, 1 വർഷം. അപ്പം കിട്ടും, ആ നിമിഷം കിട്ടും. ദേശീയ മൊബൈൽ ഫോണിന് അത് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് ചെയ്യാം, കാർഡാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലൈസൻസ് ആ നിമിഷം. ടെസ്റ്റ് കഴിഞ്ഞ് പോയാൽ ഉച്ചയ്ക്ക് 2 മണി 3 മണിക്കുമ്പോൾ ലൈസൻസ് ഫോണിൽ കിട്ടും. അത്തരം മാറ്റങ്ങൾ KSRTCയിൽ വേണം. KSRTCയിലെ എല്ലാം സുതാര്യമാണ്. ഈ സുതാര്യ എന്നൊരു പദ്ധതി ഉണ്ട്, നിങ്ങൾക്കറിയാം. സ്പെയർ പാർട്സ്, നമ്മൾക്ക് ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സ് ഉണ്ട്, കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് സ്പെയർ പാർട്സ്. ഇനി ഒരിക്കലും നമുക്ക് ആവശ്യം വരാത്ത സ്പെയർ പാർട്സ് പാക്കറ്റ് പോലും പൊട്ടിക്കാതെ പാപ്പൻ കൂടി കൊണ്ടുവന്ന് ഞാൻ കണക്കാക്കും. പണ്ട് ഞാൻ ചെയ്തിരുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്കെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവർ നമുക്കിനി ഉപയോഗമില്ല. ആ സാധനം നമ്മളെടുത്ത് ലേലത്തിൽ വിറ്റാൽ വടക്കേന്ത്യയിൽ നിന്ന് ആരെങ്കിലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമുക്ക് എന്തിനാണ് ഈ സാധനം വെറുതെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? ആ മോഡൽ വണ്ടി നമുക്കില്ല, ആ സാധനങ്ങൾ നമുക്കില്ല. അതെല്ലാം കൊടുക്കാന്നുള്ള, കൊടുത്ത് കാശ് വാങ്ങിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സ്വയം പര്യാപ്തമാണ്. എഞ്ചിൻ തന്നെ എടുക്കുക. എഞ്ചിൻ തിരുവനന്തപുരത്തെ വർക്ക്ഷോപ്പിലെ അവിടുത്തെ എഞ്ചിനീയറും ജീവനക്കാരും കൂടിയാണ് എഞ്ചിൻ പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കി, എയർ കണ്ടീഷൻ ചെയ്ത്. ഇപ്പോൾ ബാക്കി കൂടി പണി തീരുകയാണ്. ഒരു മാസം 13 എഞ്ചിനാണ് ഓവറോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം 43 എഞ്ചിനാണ് ഓവറോൾ ചെയ്യുന്നത് ഒരു മാസം. ആ പ്രൊഡക്ടിവിറ്റി കൂടിയുണ്ടോ? സ്ട്രെയിൻ ഇല്ല, ജോലി ചെയ്യുന്നവർക്ക് സ്ട്രെയിൻ ഇല്ല. എല്ലാ സാധനവും അടുത്ത് വെച്ച് കൊടുക്കും. എഞ്ചിനിങ്ങാണ്ട് ചെയിൻ ബ്ലോക്കിൽ വരും, വന്ന് പണിയങ്ങ് തുടങ്ങിയാണ്. അപ്പം തന്നെ അവർ പടപടാ പണിഞ്ഞ് ഇവിടെയാണ്. ഒരു 13-ൽ നിന്ന് 43-ലേക്ക് പ്രൊഡക്ടിവിറ്റി കൂടി എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. നിങ്ങൾ വ്യവസായവുമായി ബന്ധപ്പെട്ട ആൾക്കാർ 13 ഒരു മാസം ചെയ്തെടുത്ത് അത് 43 എന്ന് പറയുന്ന പ്രൊഡക്ടിവിറ്റി 300-400% പറഞ്ഞത്. 300-400% പ്രൊഡക്ടിവിറ്റി കൂടിയിരിക്കുന്നത്. അപ്പോൾ KSRTC ഉള്ള ഒരു മണ്ടന്മാരൊന്നുമല്ല. KSRTC ഒരു വലിയ സൈന്യമാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യൻ ആർമി പോലെ ഒരു സൈന്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ശബരിമല തുടങ്ങും. ഇവരൊക്കെ അവിടെ ഉണ്ടായി. ശബരിമല തുടങ്ങിയ സമയത്ത് അവിടെ ചെന്നു. നിലയ്ക്ക് ചെന്നപ്പോൾ ഡ്രൈവർമാർ കിടക്കുന്ന മരപ്പെട്ടി കാട്ടിച്ച കട്ടിൽ ചിലന്തി വരിയും കാടും കടലും വെള്ളവുമില്ല. ഒരു ഉഴുത്ത ടാങ്കിൽ വെള്ളം കൊണ്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പറയാം, നമ്മളിത് പണിയാൻ തീരുമാനിച്ചത്. ഞാൻ അവിടെ ചുമതല കൊടുത്തു, നിങ്ങൾ കാര്യം ചെയ്യും, എന്ത് സാധനമാണെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ ആൾക്കാർ വരും. അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ പമ്പയിലും നിലയ്ക്കലും പത്തനംതിട്ടയും മാവേലിക്കരയിൽ നിന്നും പത്തനംതിട്ട എല്ലാം മെക്കാനിക്കൽ സ്റ്റാഫ് ഇങ്ങനെ ഇറങ്ങി സ്റ്റീലും കമ്പി എല്ലാം വാങ്ങിച്ചുകൊടുന്ന് പടാന്ന് കുരങ്ങൻ്റെ ശല്യം. അപ്പോൾ വലയൊക്കെ ഇട്ട് എല്ലാം നല്ല വെൽഡ് ചെയ്ത് കുട്ടപ്പനാക്കി 6 ദിവസം കൊണ്ട് ശബരിമല സീസൺ ആവശ്യമായ KSRTC ജീവനക്കാർക്ക് എല്ലാ എന്തിനും ടാങ്കിനകത്ത് വെള്ള കളറുള്ള ടൈൽസ് ഒട്ടിച്ച് നല്ല വെള്ളം കൊണ്ടടിച്ച് അഴുക്ക വെള്ളമാണെന്ന് അറിയാൻ പറ്റില്ല. നല്ല വെള്ളമാണെന്ന് അഴുക്കുള്ളതെന്ന് അറിയില്ല. ഇതെടുത്തല്ലേ കുളിക്കുന്നേ, ചൊറി വരത്തില്ലയോ? കിടക്കുന്ന ഇവിടെ മരപ്പെട്ടി കാച്ചിട്ട് കട്ടില്ല. ഇതെല്ലാം പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്തു 6 ദിവസം കൊണ്ടാണ്. അപ്പൊ അതിനുള്ള ഒരു വല്ലാത്തൊരു ശേഷി നമുക്കുണ്ട്. തിരുവനന്തപുരം ഈ സുതാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പാർട്സുകളും ഉണ്ടാവും നമ്മുടെ. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പാർട്സ് ഇനി ഉണ്ടാവില്ല. സർവ്വ സ്പെയർ പാർട്സും ഉണ്ടാവും. സ്റ്റോക്ക് തീരുമ്പോൾ 600 ബാറ്ററി ഉണ്ട്, ഒരു 6000 ബാറ്ററി നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. 6000 നമ്മൾ ഒന്നിച്ച് വാങ്ങിക്കുന്നത്. ടെൻഡർ ഫിക്സ് ചെയ്യും, ഓർഡർ കൊടുക്കുന്നു. പക്ഷേ 400 ബാറ്ററി വാങ്ങി. ഈ 400 ബാറ്ററിയിൽ നിന്ന് 200-300 ബാറ്ററി തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ ഒരു ഓർഡർ ജനറേറ്റ് ചെയ്യും.
കമ്പനിയുടെ ഇമെയിലിലേക്ക് അത് തന്നെ അയക്കും. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഈ ഓഫീസർ എടുത്തിട്ട് അത് ഒന്നുകൂടി അയക്കും. ഈ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടർ ആയിരിക്കും. അവരെ ഇമെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് കൂടാതെ ആ ദിവസം തന്നെ പോകും. അടുത്ത ദിവസം തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഇതിനെ പർച്ചേസ് ഓർഡർ ഒന്നുകൂടി പ്ലേസ് ചെയ്യും. സാധനം വരും. എത്ര എണ്ണം വരും? ആദ്യം 400 വന്നുള്ളൂ. 400 പൈസ കൊടുക്കും, കുറച്ച് പൈസയാവും. 6000 കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൈസയാവും. കടക്കാരൻ കയറി ഇറങ്ങും. ഈ 400 കൊടുത്താൽ ഞാൻ ഹാപ്പി. അടുത്ത 300 വരുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കും. പുതിയ സാധനം വരും. അതായത് 2 കൊല്ലം വാങ്ങിച്ചു വെച്ച് പഴകിയിട്ട് 2ാം കൊല്ലം എടുക്കുമ്പോൾ ബാറ്ററി കൊള്ളത്തില്ല, ലൈഫില്ല അതിന്. ഈ കമ്പനിക്കാരൻ പുതിയ പ്രൊഡക്ഷൻ സാധനം തന്നുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള എല്ലാ സാധനവുമാണ്. ഇനി സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇറക്കുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്യാൻ അതിനുള്ള നന്നതി റെഡി ആയിട്ടുണ്ട്. QR കോഡിന്റെ മെഷീൻ വാങ്ങിക്കണം. അവിടെ നിന്ന് സ്കാൻ ചെയ്യും. വണ്ടി വന്നിറങ്ങുമ്പോൾ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് അകത്ത് കയറ്റും. അവിടെ നിന്ന് മാവേലിക്കരയ്ക്കോ കോഴിക്കോടേക്കോ കൊണ്ടുപോയി എടപ്പാളിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ഇറക്കും. അവിടെ നിന്ന് ഏതെങ്കിലും ഡിപ്പോകളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ഇറക്കും. ഇത് എവിടെ ഇരിക്കണമെന്ന് അറിയാൻ പറ്റും, ഇതെങ്ങനെ മൂവ് ചെയ്യുന്ന അറിയാൻ പറ്റും. ഒടുവിൽ വണ്ടിയിലേക്ക് പോകുമ്പോൾ ഏത് വണ്ടിയിൽ ഇട്ടു എന്ന് കാണിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചത് അവസാനിച്ചു. വണ്ടിയിലേക്ക് കയറിയ സാധനം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കണക്കിലില്ല, സ്റ്റോക്കിൽ ആ സാധനം ഇല്ല. അതുവരെയും ഇത് സ്റ്റോക്കിൽ കാണും. ഇങ്ങനൊരു പരിഷ്കാരം മാത്രമല്ല, ഇതിന്റെ മറുപുറം കൂടി. ഇതിന്റെ മറുപുറം എന്ന് പറയുന്നത്, ഇനി QR കോഡിന്റെ സ്കാനർ വാങ്ങിച്ചാൽ മതി. മറുപുറം എന്ന് പറയുന്നത് പൈസ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനി, ഏത് കമ്പനിക്കാണ് ആദ്യം പൈസ കൊടുക്കുന്നത്? അത് നമ്മുടെ അധികാര പരിധിയിലാണ്. ഉദ്യോഗസ്ഥന് ഇഷ്ടമുള്ളവർ കൊടുക്കാതിരിക്കാം. ഇത്ര കൊടുക്കുക അങ്ങനെയല്ല. 10 ലക്ഷം രൂപ ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചാൽ 10 ലക്ഷം എന്നൊരു മോഡത്തിൽ അടിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ടയറാണ്. ടയർ, ട്യൂബ്, ഫ്ലാപ്പിംഗ് ഉള്ള സാധനങ്ങൾ അവർക്കായിരിക്കും പ്രയോറിറ്റി. ഒരു 100 രൂപ കൊടുത്താൽ അതിൻ്റെ 40% അവർ കൊടുക്കും, അല്ലെങ്കിൽ 50-60% അവർ കൊടുക്കും. ബാക്കി 40% എല്ലാവർക്കും കൂടി തിരിച്ചു കൊടുക്കും. ഇത് എങ്ങനെ രീതിക്കണം എന്നുള്ളതാണ്. ആദ്യം ടയർ സപ്ലൈ ചെയ്താണ് ആദ്യം ട്രെഡ് മെറ്റീരിയൽ സപ്ലൈ ചെയ്താണ് ആദ്യം. ഡേറ്റ് സമയം നോക്കിയിട്ടാണ്. അതനുസരിച്ച് ഒരു ലിസ്റ്റ് ഈ 10 ലക്ഷം രൂപയെ ഇത്ര രൂപ വീതം ഇന്ന കമ്പനികൾക്ക് കൊടുക്കാമെന്ന് അടിച്ചിങ് തരികയാണ്. ആ സാധനം അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലി മാത്രമേ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. ഒരു പേയ്മെന്റും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് എത്ര രൂപ കൊടുക്കണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. 5 കൊടുക്കണോ, 10 കൊടുക്കണോ, 15 കൊടുക്കണോ, പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് അടിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, KSRTC കണക്കാരുടെ ഉണ്ടായിരുന്നില്ല. ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തപ്പോൾ എല്ലാം കൂടി ഒരു അക്കൗണ്ട് ആക്കിയപ്പോഴാണ് KSRTC ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് KSRTC ഒരു CMD, ഒരു ഫൈനാൻസ് ഓഫീസറും ജീവിതത്തിൽ ആദ്യമായി അറിയുന്നതെന്നാണ്. KSRTC ഇന്നെന്തോ ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം വേറെ അക്കൗണ്ട് ഒന്നുമില്ല, ഒറ്റ അക്കൗണ്ടിൽ പൈസ വരും. അപ്പോൾ അവിടെ നോക്കിയാൽ എത്ര രൂപ നമ്മുടെ ഉണ്ട്, എത്ര രൂപ ഇല്ല, ഓവർ ഡ്രാഫ്റ്റ് എത്ര ഓടിച്ചിരിക്കുന്നു, ഇതറിയാൻ പറ്റും. അന്ന് എനിക്ക് കിട്ടും, എഴുതി തരും. അന്ന് എന്തൊക്കെ കൊടുക്കണമെന്ന് FANC തീരുമാനിച്ചു കൊടുക്കും. ആർട്സും മറ്റു കാര്യങ്ങളെല്ലാം, എംപാനൽ ശമ്പളം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ അച്ഛൻ ഇരിക്കുന്ന കാലത്താണ് എംപാനൽ സംവിധാനം, ബദലി. ഇപ്പോഴത്തെ ബദലി എന്ന് പറയുന്നത് ഡ്രൈവർ കണ്ടക്ടർ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ ചെയ്തത്? മാറി വന്ന അധികാരികൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ ക്ലർക്കായിട്ട് അങ്ങ് നിയമിക്കുകയാണ്. എംപാനൽ ക്ലർക്ക്. എന്താണ് എംപാനൽ ക്ലർക്ക്? ഇപ്പൊ 76 പേരെ പറഞ്ഞു, 247 പേരുണ്ട്, 246-48 പേരുണ്ട്. ഇവരെ വിട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മാസം KSRTC ശമ്പളം തരാൻ വേണ്ടി 74 കോടിയോളം രൂപ ചെലവഴിക്കും. പെൻഷൻ കൊടുക്കുന്ന സർക്കാർ. ഇപ്പൊ ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് 74 കോടി രൂപയാണ് ശരാശരി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ 9,40,00,000 രൂപ ദിവസ വേതനക്കാർ കൊടുക്കുന്നു. 9,40,00,000 ചെറിയ സംഖ്യയാണ്. എങ്ങനെ ഇത് മുതലാവും? എന്തിനാണ്? ഇപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്, ഞാൻ പറയാണ്, പാലക്കാട് 2 പേരെ ബദലി ക്ലർക്കായിട്ട് എടുക്കും. ആളുകൂടി ശമ്പളം കൊടുക്കും. അത് മന്ത്രി എന്ന മുതൽ എൻ്റെ അഹങ്കാരം അധികാരം ചെയ്യാൻ പാടില്ല. തിരുവനന്തപുരത്ത് എടുത്തേരെ, പത്തനാപുരത്ത് കൊട്ടാരക്കരയായിട്ടൊരു 7 പേരെ എൻ്റെ പാർട്ടിക്കാരെ എടുത്തേരെ, എടുക്കത്തില്ലയോ? എടുക്കും. ശരിയാണോ? അങ്ങനെ ശരിയാണോ? അത് ശരിയല്ല. ഇങ്ങനെ കാലാകാലങ്ങളായി ചെയ്ത് 17 വർഷം വരെ പഴക്കമുള്ള ആൾക്കാർ ഇവരിയ്ക്കുകയാണ്. നമുക്ക് ക്ലർക്കുണ്ട്, നമ്മുടെ കണ്ടക്ടറുടെ കാലൊടിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ട് ജോലിയില്ലാതെ ആകാശത്ത് നിൽക്കുമ്പോൾ ഇവർ ശമ്പളം വാങ്ങിയത് ദിവസം 750. അയാൾ ഇവിടെ വന്നിരുന്നാൽ പോയി. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കണ്ടക്ടർ ക്ലർക്കിന് ജോലി ചെയ്താൽ പോലെ ഇവിടെ ഇരുന്ന് എണീച്ച് നടക്കൊന്നും വേണ്ട, ഗുസ്തി ഒന്നും പിടിക്കണ്ടല്ലോ, ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല. ഇരുന്ന് അവിടെ നിന്ന് കണക്കെഴുതിയാൽ പോലെ, കളക്ടറെ ജോലിയാണല്ലോ, അവരെഴുതി അവരെ കിട്ടാൻ പോലെ. ഇപ്പം അതിനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ആളുകൾ ആകാശത്ത് ഭൂമിയിൽ തന്നെ നിൽക്കുക. പിന്നെ ചില ആളെന്താ, ക്ലർക്കിൻ്റെ ജോലി കൊടുത്തു, ടിക്കറ്റ് ആൻഡ് ക്യാഷ് കൊടുത്തു, ഞാൻ തയ്യാറല്ല, പിന്നെ ആകാശത്തിൻ്റെ നിന്നുള്ള വ്യത്യസ്ത കൂലി നിൽക്കും, ശമ്പളം മാറില്ല, ബില്ല് മാറില്ല, അവിടെ നിൽക്കും. പക്ഷെ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇപ്പം നല്ലൊരു അവസരമാണ്. അവർക്ക് ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുമ്പോൾ അവർക്ക് ജോലി കൊടുക്കും. ഇപ്പം ഡ്രൈവർ വേണ്ട വിധത്തിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഡ്രൈവറാണ്. അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ തീരെ വയ്യ, കാലൊടിഞ്ഞ് നടക്കാൻ പോലും ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് ബസ് വാഷ് ചെയ്യുന്ന സൂപ്പർവൈസർ, ബസ് വാഷ് ചെയ്യാൻ കോൺട്രാക്റ്റാണ്. എത്ര വണ്ടി കഴുകി, എല്ലാ സ്ഥലവും കഴുകിയോ? ഇത് ഈ CMDയുടെ സ്ക്വാഡ് പരിശോധിക്കും, അവർ ഇൻസ്പെക്ട് ചെയ്യും. എവിടെയും ഇൻസ്പെക്ട് ചെയ്യും. അവർ വണ്ടി കൈകാണി ചേർത്തില്ലെങ്കിലും ഇൻസ്പെക്ട് ചെയ്യും.
നമ്മൾ വലിയൊരു മാറ്റത്തിന്റെ പക്കിലാണ് നിൽക്കുന്നത്. ഇതിനോട് സഹകരിക്കാൻ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് കൊണ്ടുവന്നിരിക്കണം. ഓരോ പൈസയും നമുക്ക് വിലപ്പെട്ടതാണ്, ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി ടെൻഡർ വിളിച്ചിരിക്കുക, അത് ഷെഡ്യൂൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ വിളിച്ച് ഞാൻ പറയണം, ഇപ്പം പാപ്പരം കൊടുത്തൊരു വണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വണ്ടി ഗുരുവായൂർ ഓടിക്കാമെന്ന് ചോദിച്ചാൽ മന്ത്രി പറഞ്ഞാൽ ഓടിച്ചേക്കാന്നുള്ളതല്ല, ഈ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിൽ കയറും. അതായത് KSRTC മെഷീനിൽ നിന്ന് വരുന്ന വരുമാനം, ഈ GPS വണ്ടി പോകുന്ന GPS ഉണ്ട്. ഇപ്പൊ ടിക്കറ്റ് മെഷീൻ വന്ന GPS അറിയാം, വണ്ടി വരിവരിയായിട്ട് പോകുന്നുണ്ടെന്നോ. ഇതും ഡ്യൂട്ടി പാറ്റേൺ, ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേൺ ഇതുകൂടി നോക്കിയിട്ട് ഷെഡ്യൂൾ അത് തരും. അങ്ങനെ എല്ലാ ഷെഡ്യൂളുകളും ആ സോഫ്റ്റ്വെയർ വഴിയാക്കും. അതനുസരിച്ചായിരിക്കും വണ്ടി കൊടുക്കുന്നത്. കളക്ഷൻ കൂടുതൽ സമയത്ത് വണ്ടികളാണ്, കളക്ഷൻ ഇല്ലാത്ത വണ്ടിയാണ്. ദീർഘദൂര ബസ്സുകളും ലോക്കൽ ബസ്സുകളും അടക്കം. ഉദാഹരണത്തിന് നമ്മുടെ ചടയമംഗലത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്കും ഇടയിൽ ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ 3 മണി വരെ കളക്ഷൻ ഇല്ല. ആ സമയത്ത് വെറുതെ വണ്ടി കൊണ്ടാ ചടയമംഗലത്ത് പോയ വണ്ടി അവിടെ കിടന്ന് ഡ്രൈവർ കണ്ടക്ടർ വിശ്രമിക്കട്ടെ. അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാനില്ല, ഓടിയാലേ നഷ്ടമുള്ളൂ. അത് ഈ 3 മണിയാകുമ്പോൾ ചടയമംഗലത്ത് കിടക്കുന്ന വണ്ടി കൊട്ടാരക്കരയ്ക്ക് കൂടും, കൊട്ടാരക്കര കിടക്കുന്ന വിശ്രമം കഴിഞ്ഞ് തിരിച്ചു കൂടും. 8 മണി 9 മണിയോടെ ഇത് അവസാനിപ്പിക്കുക, 7 മണിയോടെ അവസാനിപ്പിക്കുക. ആ വലിയ ലാഭം നോക്കണ്ട. അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം ചെയ്തിരിക്കുക. ആ പരസ്യത്തിൽ വരട്ടെ, മികച്ച കമ്പനികൾ വരട്ടെ, അവരൊന്നൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കണം. ഞാൻ നിങ്ങളുടെ ഗുരുവായൂരിന് വണ്ടി ഇടാൻ പറ്റും. നിങ്ങൾ നോക്കിയപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കി അറിയാം, പറ്റൂല. പറ്റും, എപ്പോൾ പറ്റും? രാത്രി 11:30 മണിക്ക് ഒരു വണ്ടി പോയാൽ സക്സസ് ആവും എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓടിക്കുള്ളൂ. ഒരു കാരണം അപ്പോൾ അല്ലെങ്കിൽ കോട്ടയത്ത് കയറുന്ന വണ്ടി ക്ലാഷ് ആവും, കൊട്ടാരക്കരയിൽ നിന്ന് കയറുന്ന വണ്ടി ക്ലാഷ് ആവും, ആലപ്പുഴയിൽ നിന്ന് വണ്ടി കയറും. അത് തരുന്നത് ഒരു ടെൻഷൻ ഇല്ലാതെ, ഒരു ഫേവറിറ്റിസം ഇല്ലാതെ ഷെഡ്യൂൾ. പലപ്പോഴും അതാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വണ്ടി കയറി വയ്ക്കോട്ടെ, 3 പേർ 3 ഡ്യൂട്ടി കിട്ടി സന്തോഷിക്കട്ടെ, 2 ജോലി ചെയ്യുമ്പോഴത്തേക്ക് 4 ജോലിയുടെ കൂലി കിട്ടുമെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ല, അതുണ്ടാവില്ല. നമുക്ക് ജീവനക്കാരൻ വെറുതെ ഇരുന്നാൽ ചില വണ്ടികൾ ഓടാതിരുന്നാൽ ആ അനാവശ്യമായ സ്ഥലങ്ങൾ ഡെഡായിട്ടുള്ള ഓട്ടം കംപ്ലീറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് അങ്ങനെ വന്നാൽ ഇങ്ങനൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കി, അത് AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. കുറച്ചുകൂടി ഒരു ഇന്റലിജൻസ് കൂടി ഉപയോഗിച്ചാണ്, വെറും സോഫ്റ്റ്വെയർ അല്ല. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് വന്നാൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഇതേ സംഭവം വന്നു കിട്ടിയാൽ KSRTC നഷ്ടം ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ചേഞ്ച് ഓവർ ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ ഇച്ചിരി മെസ്സൊക്കെ ഉണ്ടാവും, കുഴപ്പമുണ്ടാവും, അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല, കുഴപ്പമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒരു മാസം കൊണ്ട് പരിഹരിക്കും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് 40% KSRTC നഷ്ടം കുറഞ്ഞു, ഉറപ്പായിട്ട് കുറഞ്ഞു. വളരെ സത്യസന്ധ അടിയിൽ മെഷീനിലെ ചെയ്യുന്നത്, നമ്മളല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ വലിയ എററും ഉണ്ടാവില്ല. ഈ വരിവരിയായിട്ട് പോകുന്ന പരിപാടി ഇല്ല, അങ്ങനെ മത്സര ഓട്ടമൊന്നുമില്ല. അത് നമ്മളൊരു പ്രൈവറ്റ് ബസ്സുമായിട്ട് ഞാനൊരു പോളിസി തന്നെ പറഞ്ഞില്ല, പ്രൈവറ്റ് ബസ് കിടന്ന് ഓടുന്നതിന് ഇടയിൽ കിടന്ന് ഓടി നമ്മൾ നശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഓടിയാൽ പൈസ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഡീസൽ കളഞ്ഞ് അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ നടക്കേണ്ട കാര്യമില്ല. അവർ കൊടുത്ത സ്ഥലം അവർ ഓടിക്കോട്ടെ, നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഓടും. അത് പ്രൈവറ്റ് ബസ്സുകാരനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയെ സംബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകാരനെ പ്രോത്സാഹിപ്പിക്കാൻ പോലെ. കാരണം അറിയാം, അവർ 25,000 ഒരു ക്വാർട്ടറിൽ ടാക്സ് അടയ്ക്കുന്നത്, നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ല. സർക്കാരാണ് ഈ ശമ്പളം തരുന്നത് 50 കോടി രൂപ, പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. അപ്പൊ സർക്കാരിന്റെ ഖജനാവിലേക്ക് പൈസ ഉണ്ട്. ഇവിടെ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിട്ടണം. പ്രൈവറ്റ് ബസ്സുകാരന്റെ ടാക്സ് കുറച്ച് കൊടുത്തു, കൂടുതൽ വരട്ടെ എന്ന് വിചാരിച്ചു. 503 റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമില്ല, KSRTCക്ക് ആവശ്യമില്ല, പ്രൈവറ്റ് ഇല്ല, ആരും ഇല്ലാത്ത പുതിയ റൂട്ടുകൾ 500 ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ഈ റൂട്ട് കൊടുക്കുകയാണ്. ഒരു വണ്ടി 2 വണ്ടിയെ പറ്റുള്ളൂ. നമ്പർ വെച്ചിട്ടില്ല, അവർ നഷ്ടത്തിലോടരുത് മത്സരിച്ചിട്ട്. ഇപ്പൊ എന്താ, അടുത്ത 5 മിനിറ്റ് 10 മിനിറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശുപാർശ കിട്ടിയിട്ടുണ്ട്, റോഡ് സേഫ്റ്റി കമ്മീഷൻ. പ്രൈവറ്റ് ബസ്സുകൾ മത്സരിച്ച് ഓടി മരിക്കുക, ആളുകളെ കൊല്ലുക. 1 മിനിറ്റ് 1/2 മിനിറ്റൊക്കെയാണ് ഗ്യാപ്പ്. അതുകൊണ്ട് നഗരങ്ങളിൽ 5 മിനിറ്റും നഗരത്തിന് പുറത്ത് 10 മിനിറ്റും ഗ്യാപ്പിൽ വണ്ടിക്ക് ഇനി പെർമിറ്റ് കൊടുക്കും. നിലവിലുള്ള പെർമിറ്റും അങ്ങനെ തന്നെ മാറ്റും. അത് വലിയൊരു മെസ്സുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരേ സമയം 2 പേര് ചോദിച്ചാൽ ലേലം വിളിച്ചു കൊടുക്കും സമയം. ഈ വെറുതെ വന്നിരുന്നേച്ച് അതെനിക്ക് വേണം എനിക്ക് വേണം, അങ്ങനെ ടൈമിംഗ് ഗവൺമെന്റ്സ് ഇല്ല. ശരി, നിങ്ങൾക്ക് വേണം, 2 പേർക്ക് ഒരു സമയം വേണം, എന്നാൽ ലേലം വിളിച്ചു. പരസ്യമായിട്ട് ലേലം വിളിച്ചിട്ട് ആരാണ് കൂടുതൽ പൈസ ഇരുന്നത് അവൻ ആ സമയത്ത് കൊടുക്കും. സർക്കാരിന് അങ്ങനെ ഒരു വരുമാനം കിട്ടും. തർക്കവും തീർന്നു. ആർക്കും കൊടുത്തെന്നോ, എനിക്ക് വേണ്ടപ്പെട്ടവർ കൊടുത്തോ, RTOയ്ക്ക് വേണ്ടപ്പെട്ടവർ കൊടുത്തെന്നോ ഒരു പരാതിയില്ല. അത് തന്നെയാണ് KSRTC. നിങ്ങൾ എല്ലാവരും ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ജാതി മതം ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഒറ്റ കാര്യത്തിന് സെറ്റാണ്. KSRTC അകത്ത് നിന്നുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിടുകയില്ല എന്നൊരു സംശയം. അത് വന്ന് വ്യക്തിപരമായിട്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടൊരു വീഡിയോ സന്ദേശമുണ്ട്. അതൊക്കെ പിരിച്ചുവിടുന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ട്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, നിങ്ങൾ ഇതിനകത്തെ ജീവനക്കാരാണ്. നിങ്ങളെ തന്നെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളെ ചീത്ത പറയാം. ഇന്നലെ ഒരു തരം കണ്ടില്ലേ, വിമാനാപകടത്തിൽ മരിച്ചൊരു പാവപ്പെട്ട സഹോദരി, ആ കുടുംബം അനാഥമായിട്ടൊന്ന് കേരളം മുഴുവൻ തേങ്ങുമ്പോഴാണ് അവൻ്റെ അഭിപ്രായം പറയുന്നത്. അങ്ങനെയുള്ള ഫേസ്ബുക്കൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ തോന്നി മാസം എഴുതിയ ആരെഴുതിയാൽ അവരെ സർവീസ് ഉണ്ടാവില്ല, ഒരു സംശയം. പിന്നെ അത് തന്നെയാണ് KSRTC. നിങ്ങൾ എല്ലാവരും ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ജാതി മതം ഒന്നും എനിക്ക് പ്രശ്നമല്ല.
ഒറ്റ കാര്യത്തിൽ ഞാൻ സെറ്റാണ്. KSRTC അകത്ത് നിന്നുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിടുകയില്ല എന്നൊരു സംശയം. അതുപോലെ വ്യക്തിപരമായിട്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടൊരു വീഡിയോ സന്ദേശമുണ്ട്. അതൊക്കെ പിരിച്ചുവിടുന്നുള്ള വല്ല സംശയവും. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, നിങ്ങൾ ഇതിനകത്തെ ജീവനക്കാരാണ്. നിങ്ങളെ തന്നെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളെ ചീത്ത പറയാം. ഇന്നലെ ഒരു തന്നെ കണ്ടില്ലേ, വിമാനാപകടത്തിൽ മരിച്ച ഒരു പാവപ്പെട്ട സഹോദരി, ആ കുടുംബം അനാഥമായിട്ടൊന്ന് കേരളം മുഴുവൻ തേങ്ങുമ്പോഴാണ് അവൻ്റെ അഭിപ്രായം പറയുന്നത്. അങ്ങനെയുള്ള ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ തോന്നി മാസം എഴുതിയ ആരെഴുതിയാൽ അവരെ സർവീസ് ഉണ്ടാകില്ല, ഒരു സമസ്യ. പിന്നെ പാലക്കാട് ചെയ്തതുപോലെ നമ്മുടെ എസ്റ്റേറ്റ് ഓഫീസറെ കുത്തിന് പിടിച്ചോടാ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നതിനായി വിടില്ല. ഇതിനകത്ത് കണ്ടക്ടർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഓരോ ഡ്രൈവറും, ഒരു കണ്ടക്ടർ രാവിലെ കയറിയാൽ പൊടിയും മണ്ണും പലതരം ഗന്ധങ്ങളും ദുർഗന്ധങ്ങളും ഒക്കെ സഹിച്ച് ടിക്കറ്റും കൊടുത്ത് കൊണ്ടുവരുമ്പോൾ അത് നശിപ്പിക്കുന്നവരോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അതിന്റെ അലവൻസ് വാങ്ങിക്കാൻ ആരും നിൽക്കില്ല. കണ്ടക്ടറും ഡ്രൈവറും കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അലവൻസ് അവർക്ക് കൊടുക്കും. കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇനി KSRTC പൈസ കണ്ടോണ്ടിരുന്ന് ഇനി KSRTC ജോലി ചെയ്യാനും പറ്റില്ല കുറെ കാലത്തേക്ക്. പിന്നെ എന്തോളം ഞാൻ പോയി കഴിഞ്ഞാൽ എന്തോളം ചെയ്തു, പക്ഷെ കണ്ടുകൊണ്ട് നിന്നിട്ട് കാശ് വാങ്ങി കുറെ പേര് ജോലി ചെയ്യാം. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു കണ്ടക്ടറും ഡ്രൈവറും നിങ്ങൾക്കറിയാലോ, ഒരു കണ്ടക്ടറും ഡ്രൈവറും ജോലിക്ക് വന്ന് വണ്ടി അന്ന് സർവീസ് പോയില്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടും, കിട്ടത്തില്ല. എംപാൻകാരനും കിട്ടത്തില്ല, സ്ഥിരംകാരനും കിട്ടത്തില്ല. അതേസമയം ഒരു കണ്ടക്ടർ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഞാൻ അവിടെ കൗണ്ടറിൽ ഇരിക്കുക, റിസർവേഷൻ കൗണ്ടറിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ അനൗൺസ്മെന്റിൽ എവിടെ കയറി ഇരിക്കാൻ ആരോഗ്യമായിട്ട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ശമ്പളം 360 ദിവസത്തേക്ക് മാറും. 16 അറ്റൻഡൻസിൽ ഇല്ലെങ്കിൽ ബില്ല് എഴുതത്തില്ല. ഇവർക്ക് 16 മൊത്തം 25 എഴുതും. 25 ദിവസം ഡ്യൂട്ടിയാണ്. 5 ദിവസം പൊതു അവധി ആയതുകൊണ്ട് വേണമെങ്കിൽ അതും കൂടി വർക്ക് ചെയ്ത് പൈസ വാങ്ങിച്ചിടും. അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ചാൽ പറഞ്ഞു സ്റ്റാഫിന്റെ കുറവ് വരാതെ നോക്കണം. അത് പരിഹരിച്ചിട്ടുണ്ട്. എന്താ സ്ഥിതി? വിഴിഞ്ഞത്തോട്ട് നോക്കിയാൽ 9 കണ്ടക്ടറെ കുറവ്, 8 ഡ്രൈവറെ കുറവ്. കൂടുതൽ എന്താ, ഷണ്ടിങ് ഡ്രൈവറല്ല. അങ്ങനെ ഷണ്ട് ചെയ്യണ്ട. ഞാനിത് നോക്കുന്നുണ്ട്, ഒരിടത്തും ഒന്നും ഷണ്ടിങ് ഇല്ല. വരുന്ന ഡ്രൈവർമാർ നേരെ കൊണ്ട് വണ്ടി ഇടേണ്ട സ്ഥലത്ത് ഇട്ടിട്ട് അവരെ പാടുന്നു. അവിടെ കിടക്കുന്നതല്ലാതെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് വരെ എടുത്തുകൊണ്ട് പോകും. തോമൻ തച്ചങ്കരിയുടെ കാലം മുതൽ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന് വണ്ടി എടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. 35 വണ്ടി 36 വണ്ടി ഉണ്ടെങ്കിൽ ഒരു ഷണ്ടിങ് ഡ്രൈവർ. 16ാമത്തെ 37ാമത്തെ വണ്ടി വന്നാൽ ആദ്യത്തെ ഒരു യൂണിയൻ എടുക്കും, രണ്ടാമത്തെ വേറെ യൂണിയൻ. ഷണ്ടിങ് ഡ്രൈവർ കൊടുക്കാം. ഏറ്റവും മുതിർന്ന സീനിയർ ആയിട്ടുള്ള ആൾ കൊടുക്കാം. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്ക് ഇച്ചിരി പ്രായമൊക്കെ കൂടുതലാണ്, അദ്ദേഹം ഷണ്ടി ചെയ്യട്ടെ. ഒരാളുണ്ട്. കൊട്ടാരക്കര വലിയ സെന്ററാണ്, 1 2 ആവാം. തിരുവനന്തപുരത്ത് വലിയ സെന്ററാണ്, 2 പേരാവാം. പിന്നെ ഞാൻ എല്ലാ കണ്ടക്ടർമാർക്കും ഒരു നിർദ്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്യവെച്ചുകൊണ്ട് നീ വണ്ടി കയറി കണ്ടക്ടർ ചെയ്ത് വിളിച്ചാൽ അപ്പോഴേ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചറിയാൻ കൊടുത്തിട്ട് പോയാൽ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഒരു സീരിയലൊക്കെ അഭിനയിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ കൊല്ലത്തേക്ക് പോകാൻ ബസ്സിൽ കയറി 5-6 കള്ളുകൂടിയന്മാരി കയറി കണ്ടക്ടറെ ചീത്ത വിളിക്കും. സഹി കിട്ടും. കണ്ടക്ടർ എന്താ കണ്ടക്ടർ വെച്ച് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ടിക്കറ്റ് കൊടുക്കാനാണ്. അതിന് അയാളെ ചീത്ത വിളിക്കും. ഞങ്ങൾ ഇവിടെ അപ്പോൾ ഈ കണ്ടക്ടർ വളരെ സൗമ്യനായിട്ട് ഇതിനെ ക്ഷമയോടെ സഹിച്ചു. അവസാനം ഈ പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരാരും കാണുന്നില്ല, ഈ കള്ളുകൂടിയന്മാർ ഇയാളെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ എന്താ വേണ്ടത്? അപ്പോൾ ആളുകൾ ഇറങ്ങി. ഒരു പെൺകുട്ടി എണീച്ച് ധൈര്യമായിട്ട് പറഞ്ഞപ്പോൾ ഇവരെല്ലാം എണീറ്റു. എല്ലാവരും എണീച്ച് ബഹളമായി, യുവമാരെ ഇറക്കി വിടണമെന്നായി. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് ടിക്കറ്റ് കൊടുത്തു, ഈ വേണ്ട, പോകുന്നിടത്ത് ഇറക്കി വിടാം. ഇനി ഞാൻ പറയുന്നു, കണ്ടക്ടർമാർ ഇറക്കി വിടണ്ട, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. കള്ളുകൂടിയന്മാർക്ക് കയറി മറ്റുള്ളവരെ ശല്യം ചെയ്യാനുള്ള ഒരു പൊതുസ്ഥലമല്ല KSRTC. സ്ത്രീകളുണ്ട്, അതിനകത്ത് കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സമയം. അതിനകത്ത് കള്ളും കുടിച്ച് കയറി ബഹളം ഉണ്ടാക്കുക, കണ്ടക്ടറെ ചീത്ത വിളിക്കുക. കണ്ടക്ടറെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ പേര് നടപടി. ഇതിനൊരു നടപടിയുണ്ട്, മറിച്ച് ഒരു നടപടി വേണ്ടി. ഈ കണ്ടക്ടർക്കാരെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഡ്രൈവർക്ക്. കണ്ടക്ടറും ഡ്രൈവറും വെള്ളം അടിച്ചാൽ നമ്മൾ നടപടി എടുക്കും. ഈ വെള്ളം അടിച്ചവൻ കയറി ഇവരെ ചീത്ത വിളിക്കുകയും ആ വിളിക്കുന്ന മുഴുവൻ അസഭ്യം പറയുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ആ ബസ്സിനകത്ത് കേട്ടോണ്ടിരിക്കുക. ഈ കണ്ടക്ടർ ഒരു അക്ഷരം മറുപടി പറഞ്ഞില്ലെന്നാണ് ആ ബസ്സിനകത്ത്. അയാൾ ക്ഷമിച്ചു, പക്ഷെ അത്തരം മര്യാദകൾ ഇനി അനുവദിക്കത്തില്ല. കള്ളു കുടിച്ചതിനകത്ത് യാത്ര ചെയ്യണം. കള്ളു കുടിച്ചതിന് യാത്ര ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടേക്കാം. അവിടെ കൊണ്ടുവന്ന് പോലീസിനെ ഏൽപ്പിച്ചിട്ട് വണ്ടി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അതിനുള്ള സൗകര്യം KSRTC ഡ്രൈവർമാർ കണ്ടക്ടർമാർക്ക്. കാരണം അത് ശരിയല്ല. അവരെ ഡ്രൈവറെയും കണ്ടക്ടറെയും കരുതി മാത്രമല്ല, ഇതിലിരിക്കുന്ന സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വൃദ്ധരായ ആളുകൾ, ഇവർക്കെല്ലാം ദോഷകരമായി ബാധിക്കും. അതൊന്നും KSRTC സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സൗകര്യപ്രദവുമായിട്ട് നമ്മൾ മാറ്റുകയാണ്. അത് ഇന്ന് നിങ്ങളുടെ പല ഉദ്യോഗസ്ഥന്മാരും പ്രൈവറ്റ് ബസ്സുകാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നന്നായി ബസ് സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ 93 ഡിപ്പോയിൽ നഷ്ടമില്ലാതെ നിലനിർത്തുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 93 ഇല്ലെങ്കിലും ഒരു 80% ഡിപ്പോകളും ഇപ്പോഴും നഷ്ടമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? 80% ഡിപ്പോയിൽ നഷ്ടമില്ലാതെ തന്നെ പോവുകയാണ്. ചില ദിവസങ്ങളിൽ മഴ വന്നുകൊണ്ട് വല്ലാതെ താന്നിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ ബഡ്ജറ്റ് ടൂറിസം
ഗംഭീരമായി പോകും. കൊറിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട. കൊറിയർ നമ്മൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷെ കൊറിയർ ഉത്തരവാദിത്തമില്ലാതെ നടത്തി. കണ്ടക്ടർ 2 ഐഫോണും കൊണ്ടുപോയി. അത്ര 1.5 ലക്ഷം രൂപ വെച്ച് 2 ഫോണിലുള്ള കേസ് കൺസ്യൂമർ കോടതിയിലൊക്കെ കൊണ്ടുകളഞ്ഞു. അതുകൊണ്ട് ഇനി കൊറിയർ കൈകാര്യം ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കൊറിയർ എടുത്തേക്കുന്ന കമ്പനിക്കാർ നമ്മൾ ടെൻഡർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് 19 രൂപയായിട്ടാണ് അവർക്ക് 100 രൂപയ്ക്ക് 19 രൂപ അവർക്ക് കൊടുക്കും. അവർക്കൊരു സ്ഥലം നമ്മൾ കൊടുക്കും. ഒരു സ്ഥലം കൊടുക്കും, അവരടച്ചു കിട്ടും, സാധനം അതിനെ സൂക്ഷിക്കും. നമ്മൾ ഡ്രൈവറെയും കണ്ടക്ടറെയും പാക്ക് ചെയ്ത് എഴുതി കൊടുക്കും, കൊണ്ടുപോയി അവിടെ എത്തിക്കുന്ന അവിടെ ചെല്ലുമ്പോൾ അവരെ ആൾ കളക്ട് ചെയ്തു, അവർ വീടുകളിൽ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ എന്താ തമ്പാന് വന്ന് ഉച്ചയ്ക്ക് 12 മണി ഞാൻ 12 മണി ഇവിടെ എൻ്റെ പാഴ്സൽ കിട്ടിയില്ല, 12 മണിക്ക് നിൽക്കുകയാണ്. ബൈക്കിൽ ഇറങ്ങാനുള്ള സാധനം ബൈക്കിൽ ഇറങ്ങുന്ന സാധനം ബൈക്കിൽ കൊണ്ടിറങ്ങി കൊടുത്തു, അല്ലെ ബൈക്കത്ത് കൊണ്ടിറങ്ങി കൊടുത്തു. മരുന്നാണ് ഒരു മനുഷ്യന്റെ സമയത്ത് കഴിക്കാനുള്ള മരുന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം പരിപാടികളില്ല. ഈ കൊറിയർ സർവീസ് നമുക്ക് ടേൺ ഓവർ വരുന്നുണ്ടെങ്കിലും കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് നഷ്ടമാണ്, ചെറിയ ലാഭങ്ങൾ. കാരണം നമ്മൾ അതെല്ലാം ചെലവാക്കി തീർക്കണം ഇതിനകത്ത്. ഇനി അങ്ങനെയില്ല, അവർ കൊണ്ടു കൊടുത്തോളും, അവരായിട്ട് റെസ്പോൺസ്. നമ്മൾ പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് ഏതൊക്കെ സാധനം എടുത്തു, എങ്ങോട്ട് പോയി, ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ളതല്ല. നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞു, നമ്മൾ സോഫ്റ്റ്വെയർ റെഡിയാക്കി കഴിഞ്ഞു, നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് ഓടാൻ പോകുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ സോഫ്റ്റ്വെയറിലാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ ഇന്ന് എത്ര കുട്ടികൾ പഠിക്കുന്നു, എത്ര പേര് പാസ്സായി, ഇതുവരെ എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവായി, ബാലൻസ് ഷീറ്റ് ഡെയിലി റെഡിയാവാൻ പോലെ. അതുപോലെ മൊത്തം KSRTC കണക്കുകൾ എല്ലാ ഡിപ്പോയിൽ നിന്ന് നിങ്ങൾ പൈസ കിട്ടുന്ന കണക്കെല്ലാം അടിച്ചങ്ങ് കയറ്റുക. മൊത്തം ഒരൊറ്റ കണക്ക് പുസ്തകത്തിൽ വരാം, ഒറ്റ കണക്ക് പുസ്തകം. ഇന്ന് KSRTC വരവ് ചെലവ് കൃത്യമായ കണക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും. ആ നിലയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ വാങ്ങും, അതുടൻ ഇൻസ്റ്റാൾ വാങ്ങിക്കും. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞു, കൊറിയറിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി BTC കൂടി അതിലേക്ക് മാറ്റണം. BTC ഒരു ബില്ലുണ്ട്, ഹോട്ടൽ ബില്ലുണ്ട്, അത് സ്കാൻ ചെയ്ത് കയറ്റിയാൽ മതി, കണക്ക് കറക്റ്റായി പോയിക്കോളും. പിന്നെ ഹാർഡ് കോപ്പിയോടെ സൂക്ഷിക്കും, സോഫ്റ്റ് കോപ്പിയായി മാറും. അന്നതിപ്പോൾ ഒരു ടൂർ കഴിഞ്ഞ് വന്നു, കണക്കെല്ലാം നോക്കി അതിൻ്റെ ബില്ലുകളും കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്ത് കൊണ്ട് കയറ്റുക, കണക്ക് അങ്ങോട്ട് അടിക്കുക. BTCയുടെ ചുമതലകളാണ്, അത് കയറ്റി കൊടുക്കും. അപ്പോൾ അതിൻ്റെ കണക്ക് BTCക്ക് ഒരു സോഫ്റ്റ്വെയർ, പിന്നെ ഡ്രൈവിംഗ് സ്കൂളിന് സോഫ്റ്റ്വെയർ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയോട് ഓടി തുടങ്ങും, ട്രയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൊത്തം കണക്കിനൊരു സോഫ്റ്റ്വെയർ. പിന്നെ ഈ സുതാര്യ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അത് മാത്രമല്ല, പരമാവധി ടെമ്പററിക്കാരായ സെക്യൂരിറ്റിക്കാരെ കൊണ്ടുവന്ന് മൊത്തം ക്യാമറ ഞാൻ ഒരു ബസ് സ്റ്റേഷനിൽ ഒരു 20 ക്യാമറ കാണും. സ്റ്റോറിൽ ബാത്റൂമിൽ ഒഴിച്ചെല്ലാം കാണും. ബാത്റൂമിൽ കയറുന്നിടത്ത് കാണും, അകത്തോടെ കാണത്തില്ല, പുറത്ത് കാണും, എല്ലാം കാണും. സുഖമില്ലാത്ത ഒരാളെ ഈ ക്യാമറ എല്ലാം വെച്ചിട്ട് TV വയ്ക്കും. ആ TVകളുടെ മുമ്പിൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുന്ന ഒരാളെ കസേരയിട്ടറിയും. കുഴപ്പങ്ങൾ കണ്ടാൽ ഉടൻ പോലീസിൽ വിളിക്കുക, ഫോൺ കൈ പോലീസിൽ വിളിക്കുക. നമ്മൾ പിടിക്കാന്ന് പറഞ്ഞില്ല, പോലീസിൽ വിളിക്കുക, അവരൊന്ന് നടപടി എടുക്കുക. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റീവൈൻഡ് ചെയ്ത് നോക്കും. ഇതേ സാധനം കാസ്റ്റ് ചെയ്ത് സെൻട്രൽ ഓഫീസിൽ ചീഫ് ഓഫീസിൽ വിളിക്കും. എല്ലായിടത്തും ക്യാമറ വയ്ക്കാം. ഇപ്പോൾ പല സ്ഥലത്ത് ക്യാമറ വെച്ചു. നമ്മളൊരു കമ്പനിക്കാർ ഫ്രീ ആയിട്ട് വെച്ച് തന്നാണ്. അവർ പരസ്യം കൊടുത്തപ്പോൾ ഒരു ലൈറ്റും അതിൻ്റെ താഴെ ഒരു പരസ്യം കൊടുത്തപ്പോൾ ഫ്രീ ആയിട്ട് വെച്ച് തന്ന 6 ക്യാമറ വെച്ച്. പക്ഷെ നമ്മളൊരു 10-450 ക്യാമറ കൂടെ വാങ്ങിക്കാം, ടെൻഡർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിയ അവിടെ തന്നെ അത് വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്യും. KSRTC മുഴുവൻ ജീവനക്കാർ 5 പൈസ ചിലവില്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് പൈസ കൊടുക്കുന്നത്. മുഴുവൻ ഡ്രൈവർമാരെയും നാമക്കലിൽ അയച്ച് ട്രെയിനിങ് കൊടുക്കാൻ, അപകടം ഒഴിവാക്കാൻ, മൈലേജ്. കണ്ടക്ടർമാർക്കും ട്രെയിനിങ് ഉണ്ട്. അവരെ തിരുവനന്തപുരത്ത് പോലീസ് അക്കാഡമിയിൽ അവരുടെ സ്വഭാവമൊക്കെ നല്ല പെരുമാറ്റം, നല്ല രീതികൾ, പിന്നെ ടിക്കറ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ, കണക്ക് കൈകാര്യം രീതിയിലൊക്കെ അവരെ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് അവർക്കും കൊടുക്കുന്നു. ഡ്രൈവർമാർക്ക് 4 ദിവസം കണ്ടുവരുന്ന ട്രെയിനിങ് ആണ്, നാമക്കലിലേക്ക് അയക്കുകയാണ്. കട്ടങ്കട്ടറായി എല്ലാ സ്ഥിരം ജീവനക്കാരെ ആദ്യം പരിശീലിപ്പിക്കും. എല്ലാവരെയും പരിശീലിപ്പിക്കാനായിട്ട് 74 ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം. അയാളുടെ ഭക്ഷണവും താമസവും എല്ലാം കൂടി ചേർക്കാം, വണ്ടി കൂലി അടക്കം നാമക്കലിലെത്തി പഠിച്ചു പോകണം. ഇത് നമ്മൾ ട്രെയിനിങ് ആവശ്യം. അതുപോലെ മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫ്, നിങ്ങൾ ഓഫീസർമാർക്കും ഇത്രയും സോഫ്റ്റ്വെയർ വരുന്നതുകൊണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പരിശീലനം. ഓഫീസർമാർക്കും ക്ലറിക്കൽ സ്റ്റാഫ്, സൂപ്രണ്ടന്മാർ, ഇവർക്ക് എല്ലാവർക്കും ഈ സോഫ്റ്റ്വെയർ എങ്ങനെ. ഇപ്പം ഞാൻ സ്ഥലം മാറി, ഇപ്പം ബഡ്ജറ്റ് ടൂറിസത്തിലേക്ക് പോയി, അവിടെ ചെന്ന് എനിക്ക് കുന്ത പറഞ്ഞോളാം പറയാം. ആ സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മളെ ഈ സോഫ്റ്റ്വെയറെല്ലാം നിങ്ങളെ പരിചയം. നാളെ ഞാൻ മന്ത്രിയല്ല, മറ്റൊരു മന്ത്രി പ്രമോദി പോകും, വേറൊരു CMD വരും, എല്ലാവരും വരും, മാറി മാറി വരും. വന്നാലും ഈ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഞാനത് തൊടാറില്ല. ഇത് എവിടെ കൂടെ ഓടുന്നു, എങ്ങനെ ഓടുന്നു എന്ന് കറക്റ്റ് അറിയാം. ഇതിൽ തൊടാൻ പറ്റാത്തത്, ഞാൻ ഒരിക്കൽ മന്ത്രിയാകളാണ്, അന്ന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പോയപ്പോഴെൻ്റെ മനസ്സിൽ ഇനി ഒരു അവസരം കിട്ടിയാൽ ഇതിനെ ഇത്തരത്തിലൊരു സുതാര്യമായ ഒരു കുരുക്കിലിട്ടിട്ടേ പോകും. ഇത് ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കമ്പ്യൂട്ടർ വഴി, സോഫ്റ്റ്വെയർ വഴി, സത്യസന്ധതയോടെ ഈ സാധനം ഓടിക്കോളും എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ഒന്നുമല്ല, വേറെ ആരും ഇത് പൊളിക്കേണ്ടെന്നുള്ള പർച്ചേസും പേയ്മെന്റും എല്ലാം സോഫ്റ്റ്വെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കള്ളക്കളികളൊന്നും. ഇതിൻ്റെ ഷെഡ്യൂളിംഗ് കൂടി കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയം ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ.
എന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ്. ആ ആശയം വെച്ച് പരസ്യം ചെയ്തിരിക്കുക. സോഫ്റ്റ്വെയർ കമ്പനികൾ വരണം, അവരിത് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായി വന്നാൽ നമ്മൾ അവരുമായി ഇടപെടും. അതിന് വേണ്ടി ക്ഷണിച്ചിരിക്കണം. അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം വന്നു വരും. ഇതൊക്കെ കേസാരത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു പൈസ പോലും ചോരാതെ, ഒരു പൈസ പോലും നഷ്ടമാതെ. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഈ സോഫ്റ്റ്വെയർ എല്ലാം വന്ന് കൃത്യമായി റൺ ചെയ്യുകയും ഈ പറയുന്ന ഒരു ഓപ്പറേഷന്റെ സോഫ്റ്റ്വെയർ കൂടി നിലവിൽ വന്നാൽ KSRTC കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായി ലാഭത്തിലാവുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാവും. എല്ലാ പഴയ കടങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല, വലിയൊരു ലാഭത്തിലേക്ക് KSRTC നീക്കാൻ ഈ ഒരു നടപടി കൂടെ നടക്കും. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചു. അത് ഓരോന്നും ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇതുവരെ ഞാൻ പറഞ്ഞൊന്നും ട്രെയിനിങ് സ്കൂൾ വിജയിച്ചു, ഡബിൾ ഡെക്കർ വിജയിച്ചു, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വിജയിച്ചു, മിന്നലിന്റെ ഒക്കെ സ്റ്റോപ്പ് എല്ലാം കുറച്ചപ്പോൾ മിന്നൽ എല്ലാവരും നന്നായി പോകാൻ. മിന്നലിനെ കുറിച്ച് നല്ല അഭിപ്രായം. വണ്ടികളെല്ലാം പുതുക്കി, എയർ കണ്ടീഷൻ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ഒരു വണ്ടിക്ക് 4 ലക്ഷം രൂപ വരെയാണ് പുതുക്കിയിരിക്കുന്നത്. ഒരു വണ്ടിയിൽ ബാറ്ററി ഹൈബ്രിഡ് AC വെച്ച് നോക്കി, അതും സൂപ്പർ ഹിറ്റാണ്. ജനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആ 10 വണ്ടി കൂടി നമ്മൾ ടെൻഡർ വിളിച്ചിരുന്നു. 10 വണ്ടി കൂടി ബാറ്ററി ഈ ഹൈബ്രിഡ് AC വയ്ക്കാൻ പോകും. സൂപ്പർ ഫാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമ്മൾ ഏറ്റവും പുതിയ വണ്ടികളെ AC ആക്കണം. അപ്പൊ ഇതൊക്കെ നമ്മളെ മാറ്റങ്ങളാണ്. കാരണം ജനങ്ങൾക്ക് സ്വാഗത പ്രസംഗം പറഞ്ഞല്ലോ, ജനങ്ങൾ AC ഉള്ള വണ്ടികൾ വേണം. കാലം മാറിപ്പോയി. നമ്മൾ നല്ല ഉടുപ്പ് ഷർട്ടും കിട്ടുന്നവരല്ലേ. ആരാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയത്? മുഷിഞ്ഞ വേഷത്തിൽ നടക്കുന്ന ഒരാളെ കാണിക്കാം. മലയാളി മാറിപ്പോയി. നമ്മൾ മുഷിഞ്ഞ വേഷത്തിൽ ഒരാളെയും കാണാനാകത്തില്ല റോഡിലോട്ട് നോക്കിയാൽ. ചുമടെടുക്കുന്ന കഷ്ടപ്പെട്ട് ചുമട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറും വരെ തേച്ച് മിനിക്ക് ഷർട്ടാണ്. 5-6 ദിവസമായി കഴിവാത്ത ഒരു ഷർട്ട് ഉണ്ടാക്കുന്ന ഒരാളെ കാണിക്കുന്നു. മണ്ണും പൊടി സാധനങ്ങളും ചാക്കും ചുമന്ന് കയറ്റുന്ന ഒരു യൂണിയൻ പ്രവർത്തകനെ നോക്കും. അയാൾ ഇട്ടേക്കുന്ന ഷർട്ട് നീലയാവട്ടെ, ചുവപ്പാകട്ടെ, ഓറഞ്ച് ആവട്ടെ, നല്ല വൃത്തിയായിരിക്കും. ഇത്രയും ജോലി ചെയ്ത് നിൽക്കുന്ന പോലും വൃത്തിയായിട്ടാണ്. അത് നമ്മൾ കാണണം. ആ വൃത്തി നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. അവർ ഉടുപ്പെടുക്കാൻ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് AC ഉണ്ട്. എന്താണ് സൂപ്പർ ഫാസ്റ്റ് ACയുടെ പിന്നെ ഇപ്പൊ വെച്ച വണ്ടിക്ക് എന്താണ്? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്തുമ്പോൾ 30 രൂപ കൂടുതൽ കൊടുക്കും. എറണാകുളത്ത് എത്തുമ്പോൾ കോഴിക്കോട് തൃശ്ശൂർ എത്തുമ്പോൾ 40 രൂപ. ആ വ്യത്യാസമൊന്നും ആൾക്കൊരു പ്രശ്നമില്ല. വന്ദേ ഭാരതിൽ ഒരു ടിക്കറ്റ് കിട്ടാനെല്ലാം നിങ്ങൾ ആഗ്രഹിക്കാം. പെട്ടെന്ന് പോകണം, മെനക്കെടുത്തിരുന്നില്ല. ഇറങ്ങി പോകുക. ഈ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ആൾക്കാർ നിന്ന് പോകുന്നു. അതിന് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പേരിട്ടതല്ലേ, നിർത്തിക്കൊണ്ടാണല്ലോ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് പരിശോധിച്ചാൽ ഓടി ഇതെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകുന്നു. ഇപ്പം ഡ്രൈവർമാർ ഡീസൽ തരുന്നതിന് സോഫ്റ്റ്വെയർ അതിനകത്ത് കാണാമല്ലോ ഏതൊക്കെ ഡ്രൈവർ ഡീസൽ കുറച്ച് തരും. ഓഫീസ് അസോസിയേഷൻ ഒരു പ്രപ്പോസൽ നിൽക്കുന്നത്. അതുകൂടി പറഞ്ഞ എൻ്റെ പ്രസംഗം ഞാൻ ചോദിക്കുന്നത് വളരെ പ്രശ്നത്താണ്. നിങ്ങൾ തന്ന പ്രപ്പോസൽ ഞാൻ ഏതാണ്ട് 80% സ്വീകരിക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രൈവർ ഒരു ദിവസം 1 ലിറ്റർ ഡീസൽ ലാഭിച്ചാൽ ഒരു സമ്മാനം കൊടുക്കുക. അത് കൊടുക്കാൻ തീരുമാനിച്ചു. ആ പരിപാടി പരിഷ്കാരം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് സംഘടനകളും CITU എനിക്കൊരു തന്നിട്ടുണ്ട്, ചെലവ് കുറയ്ക്കുന്നുള്ള വാഹനങ്ങളെ കുറിച്ച്. വേറെ ആരും തന്നിട്ടില്ല, നിങ്ങൾ തന്നിട്ടുണ്ട്. മറ്റുള്ളത് ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ CMD പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നന്നായി നിങ്ങളെപ്പോലെ തന്നെ നന്നായി എഴുതി തന്നത് വികാസ് ഭവനിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലറിക്കൽ സ്റ്റാഫാണ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. അയാൾ നല്ല പ്രപ്പോസൽ വെച്ചു. അയാൾ തന്ന പ്രപ്പോസൽ ഞാൻ സ്വീകരിച്ച് നടപടിയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പ്രപ്പോസലിൽ പലതും വളരെ നല്ലതാണ്. ഡീസൽ ലാഭിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഊരാ കൂടുതലാണ് കിടക്കുന്നത്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, ഓഫീസർമാരാണ്. നിങ്ങൾ ഈ ഒരു മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഒരു പുതിയ സംഘടന തുടങ്ങും. ആ സംഘടന ഒരു പുതിയ കാഴ്ചപ്പാടുകളൊന്നും KSRTC സമീപിക്കുക. നമ്മൾ നമ്മുടെ കാര്യം സാധിക്കുക എന്നുള്ളതിനപ്പുറം ഈ പ്രസ്ഥാനത്തെ നിലനിർത്തി വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന ചിന്താഗതിയായിരിക്കണം നിങ്ങളുടെ സംഘടനയ്ക്ക്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഇപ്പോൾ അത്യാവശ്യം ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കുക എന്നുള്ളൊരു പരിഷ്കാരത്തിന്, അതിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കണ്ണടച്ച് സശ്രദ്ധം സൂക്ഷിച്ച് പ്രവർത്തിച്ച് അതിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇത് സുതാര്യമാണ്. അതിന് നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ സംഘടന പ്രസക്തമാണ്. എല്ലാവരും നിങ്ങളിലേക്ക് വരും. രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളുടെ ലക്ഷ്യം ഇതിനെ നിലനിർത്തുക, ഇതിനെ രക്ഷിക്കുക, ഇതിനെ വളർത്തുക എന്നുള്ളതായിരിക്കും ആദ്യ ലക്ഷ്യം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് ശരിയാണ്. അവരുടെ അവകാശങ്ങൾ, നിങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും പറയേണ്ട വേദികളിൽ പറയാൻ ഒരു സംഘടന ആവശ്യം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു അനുവാദത്തോടെ സർവോപരി ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഈ ഒരു പ്രസ്ഥാനം പുതുതായി ആരംഭിക്കുന്ന KSRTC ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. യാത്ര അയക്കുന്ന ആൾക്കാരുണ്ട്. അവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ അവരുടെ സേവനത്തെ നമ്മൾ മാനിക്കുകയാണ്. അവരെ ഇനിയും KSRTC വെളിയിൽ നിന്നാണെങ്കിലും ശരി KSRTC സഹായിക്കാനുള്ള സന്മനസ് അവരെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പെൻഷനായി പിരിയുന്ന ആളുകൾക്ക് ആയുസ്സും ആരോഗ്യവും തുടർന്നും
സജീവമായി സമൂഹത്തിന്റെ പ്രവർത്തന രംഗത്ത് അവർക്ക് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരെ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ടും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.